പ്രവാചകൻ്റെ പുസ്തകമാണ് നമ്മൾ പഠിക്കുന്നത്. ഇംഗ്ലീഷിൽ എസെക്കിയേൽ എന്നും മലയാളത്തിൽ യെഹെസ്കേൽ എന്നുമാണ് എഴുതിയിരിക്കുന്നത്. ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ രണ്ടും മാറി മാറി വന്നെന്നിരിക്കും. നിങ്ങൾ പുസ്തകം ഒന്ന് തന്നെയാണെന്നുള്ള കാര്യം ഓർത്താൽ മതി. എസെക്കിയേൽ എന്നും യെഹെസ്കേൽ എന്നും മലയാളത്തിലും ഇംഗ്ലീഷിലും പറയുന്ന യെഹെസ്കേൽ പ്രവചനമാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. യെഹെസ്കേൽ പ്രവാചകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മൾ പ്രവചന പുസ്തകങ്ങളിൽ കണ്ട കാര്യം മറന്നു പോകരുത്. ചില പ്രവാചകന്മാർ പ്രവാസകാലത്തിന് മുമ്പ്, ചിലർ പ്രവാസ കാലഘട്ടത്തിൽ, ചിലർ പ്രവാസത്തിന് ശേഷം. അപ്പോൾ നമ്മൾ യെഹെസ്കേലിനെ എവിടെ കൊണ്ടൊന്ന് ഫിക്സ് ചെയ്യും? ഇരമ്യാവിനെ ഇതിന് മുമ്പ് പഠിച്ചപ്പോൾ ഇരമ്യാവ് 2 കാലത്തേക്ക് ഇച്ചിരി കയറി ഇറങ്ങി കിടക്കുന്ന ഒരാളായിട്ടാണ് നമ്മൾ കണ്ടത്. ഇരമ്യാവ് പ്രവാസത്തിന് മുമ്പുള്ള ആളായിട്ടാണ് പ്രധാനമായിട്ട് അറിയപ്പെടുന്നതെങ്കിലും പ്രവാസത്തിലേക്ക് പോയ കാലഘട്ടത്തിലും കുറച്ച് നാൾ അദ്ദേഹം ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇനി നമ്മൾ പഠിക്കുന്ന 2 പ്രവാചകന്മാരും, അതായത് യെഹെസ്കേലും ഡാനിയേലും പ്രവാസ കാലഘട്ടത്തിൽ പ്രവചിച്ചവരാണ്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായി കാണും, പുസ്തകങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇവർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ ക്രമത്തിൽ അല്ല. അത് പുതിയ നിയമത്തിൽ അങ്ങനെ തന്നെയാണ്. പൗലോസ് അപ്പോസ്തലൻ ലേഖനങ്ങൾ എഴുതിയ ക്രമത്തിലല്ല ലേഖനങ്ങൾ അടുക്കി വച്ചിരിക്കുന്നത്. എഴുതിയ ക്രമം വേറെ, പരിശുദ്ധാത്മാവ് പുസ്തകത്തിൽ കൊണ്ടുവന്ന് അടുക്കി വച്ചിരിക്കുന്നത് വേറെ. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിന് മാത്രമേ അറിയത്തുള്ളൂ. അങ്ങനെ ആയിരിക്കും അത് വേണ്ടത്. അങ്ങനെ വന്നാലാണ് അത് ദൈവത്തിൻ്റെ ദൃഷ്ടിയിൽ, ദൈവത്തിൻ്റെ ജ്ഞാനത്തിൽ ഏറ്റവും മനോഹരമാകുന്നത്. നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ പ്രീ എക്സൈലിക്, എക്സൈലിക്, പോസ്റ്റ് എക്സൈലിക് എന്നൊക്കെ പറഞ്ഞ് പഠിക്കുമ്പം അങ്ങനെ തന്നെ പുസ്തകത്തിൽ അങ്ങ് വെച്ചിരുന്നേ കൊള്ളാമെന്നൊക്കെ ആഗ്രഹിക്കും. പക്ഷെ ദൈവം അങ്ങനെ അല്ല വെച്ചിരിക്കുന്നത് കൊണ്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി പണി നമുക്ക് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. ഇത്തിരി അല്പം ഒരു പഠനവും അന്വേഷണമൊക്കെ നമ്മൾ നടത്തട്ടെ എന്ന് വിചാരിച്ചായിരിക്കും. പിന്നെ ദൈവത്തിൻ്റെ ആത്മാവിന് വേറെ ഉദ്ദേശമുണ്ട്. ഞാൻ പുതിയ നിയമത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ റോമാലേഖനം മുതൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ദൈവത്തിൻ്റെ സഭ എങ്ങനെയാണ് സുവിശേഷം കേട്ട് രൂപപ്പെട്ട് കർത്താവിൻ്റെ വരവിൽ എടുക്കപ്പെടുന്നു എന്നുള്ളതാണ് റോമാലേഖനം, കൊരിന്ത്യലേഖനം അങ്ങനെ കടന്നു പോകുന്നത്. റോമാലേഖനത്തിൽ സുവിശേഷം, കൊരിന്ത്യലേഖനത്തിൽ സഭ, അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വരുമ്പോൾ വിശ്വാസത്താൽ മാത്രമേ രക്ഷയുള്ളൂ, പ്രവൃത്തികൾക്ക് സ്ഥാനമില്ല. അങ്ങനെ മറ്റ് 3 സഭകൾക്ക് എഴുതിയ എഫേസ്യ ലേഖനം, ഫിലിപ്പിയ ലേഖനം, കൊലോസ്യ ലേഖനം, അതെല്ലാം സഭാജീവിതത്തെക്കുറിച്ചാണ്. തെസ്സലോനിക്ക ലേഖനത്തിൽ വരുമ്പോൾ കർത്താവിൻ്റെ വരവാണ്. അപ്പോൾ അതിന് അങ്ങനെ ഒരു ക്രമമുണ്ട്. അതുപോലെ ഈ പ്രവചന പുസ്തകത്തിലും ദൈവത്തിനൊരു ക്രമം ഉണ്ടാകും. നിങ്ങൾക്കൊരു പണിക്കാണെന്ന് ഞാൻ പറഞ്ഞത് ഗൗരവത്തിലെടുക്കേണ്ട. ദൈവത്തിന് ആശയത്തിൻ്റെ ഒരു തുടർച്ച ഈ തരത്തിലായിരിക്കും പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്നതെന്നുള്ളത് കൊണ്ട് ആ ക്രമം നമ്മൾ ഫോളോ ചെയ്യുക. പക്ഷേ ഓരോരുത്തരെക്കുറിച്ചും പഠിക്കുമ്പോൾ അവരെ കറക്റ്റായിട്ട് ഹിസ്റ്റോറിക്കലായിട്ട്, ചരിത്രപരമായിട്ട് ഫിക്സ് ചെയ്തില്ലെങ്കിൽ കാര്യങ്ങൾ ഗ്രഹിക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് ആദ്യം ചെയ്യേണ്ട കാര്യം ഈ പ്രവാചകൻ, നമ്മളിപ്പോൾ പഠിക്കുന്ന യെഹെസ്കേൽ പ്രവാചകൻ പ്രവാസ കാലത്തിൽ ജീവിച്ചിരുന്ന ആളാണെന്നുള്ള കാര്യം മനസ്സിലേക്ക് വരിക. അതിനാണ് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞത്. അവിടെയുള്ള ഒരു പ്രവാചകനും കൂടി ഉണ്ട്, അത് ഡാനിയേൽ. അപ്പം ഇനി പഠിക്കുന്ന യെഹെസ്കേലും ഡാനിയേലും ഇരമ്യാവിൻ്റെ ചില ഭാഗങ്ങളും പ്രവാസ കാലഘട്ടത്തിലുള്ളതാണ്. ബാക്കി പ്രവാസത്തിന് മുമ്പും പ്രവാസത്തിന് ശേഷവും. ഓക്കെ, നമുക്ക് മുമ്പോട്ട് പോകാം. യെഹെസ്കേൽ പ്രവാചകനെക്കുറിച്ച് പൊതുവായിട്ട് ചില കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിൽ ആദ്യം കൊണ്ടുവരുന്നു. ഒന്നാമത് ഓർക്കേണ്ട കാര്യം, ഇപ്പോൾ ഞാൻ 3 പ്രവാചകന്മാരെക്കുറിച്ച് പറഞ്ഞു, ഇരമ്യാവ്, യെഹെസ്കേൽ, ഡാനിയേൽ. അപ്പം ഇവർ 3 പേരും സമകാലികരാണ്. ഇവർ 3 പേരും ഒരു സമയത്ത് ജീവിച്ചിരുന്നു എന്ന് തന്നെ ചരിത്രത്തിൽ നിന്ന് വളരെ ക്ലിയർ ആണല്ലോ, ഒരേ സമയത്ത്. പക്ഷേ ഇവരിൽ പ്രായം കൂടിയ ആൾ ഇരമ്യാവ്. അപ്പം യെഹെസ്കേലിൻ്റെ കാലമായപ്പോഴേക്കും ഇരമ്യാവ് വളരെ പ്രായം ചെന്ന ഒരു മനുഷ്യൻ ആയിരുന്നിരിക്കണം. അദ്ദേഹം കാലത്തിൻ്റെ അന്ത്യത്തിലേക്ക് വരുമ്പോഴാണ് യെഹെസ്കേൽ തൻ്റെ പ്രവചനം ആരംഭിക്കുന്നത്. അതുപോലെ തന്നെ ഡാനിയേൽ ബാബിലോണിലെ രാജകൊട്ടാരത്തിലേക്ക് ബാലനായിരുന്നപ്പോൾ തന്നെ അടിമയായി കൊണ്ടുപോയി. അപ്പോൾ ഇവർ 3 പേരും ഒരു കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ആളുകളാണെങ്കിലും അവർ 3 പേരും തമ്മിൽ കണ്ടിരിക്കാനും അവർ 3 പേരും തമ്മിൽ സംസാരിച്ചിരിക്കാനും ഒന്നും സാധ്യതയില്ല. അതും ദൈവത്തിൻ്റെ ഒരു പദ്ധതിയാണ്. ദൈവം കാലാകാലങ്ങളിലായി അവിടെയോടായി ദൈവത്തിൻ്റെ ദാസന്മാരെ എഴുന്നേൽപ്പിക്കുകയും ദൈവത്തിൻ്റെ ശുശ്രൂഷ നിവർത്തിപ്പിക്കുകയും ചെയ്യുന്നു. എല്ലാവരും തമ്മിൽ കണ്ടോണമെന്ന് നിർബന്ധമൊന്നുമില്ല. തമ്മിൽ കണ്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ വേല അഭംഗുരം തുടരും എന്നുള്ള കാര്യം ഓർക്കണം. എന്നാൽ ഇവർ രണ്ടുപേരും എന്ന് പറഞ്ഞാൽ യെഹെസ്കേലും ഡാനിയേലും ഇരമ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങൾ കേട്ടിരിക്കാനുള്ള സാധ്യത നമുക്കൊരിക്കലും തള്ളിക്കളയാനൊക്കുകയില്ല. അവർ വളർന്നത് ഇരമ്യാ പ്രവാചകൻ്റെ പ്രവചനങ്ങളൊക്കെ കേട്ടുകൊണ്ടായിരിക്കും എന്നുള്ള കാര്യം ഓർക്കുക. അപ്പോൾ 3 സ്ഥലങ്ങളിലാണ് ഇവരെ സിറ്റുവേറ്റ് ചെയ്യേണ്ടത്. ഒരു കാലത്ത് ജീവിച്ചവരാണെങ്കിലും, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടോ? ഒരു കാലത്ത് ജീവിച്ചവരാണെങ്കിലും ഇരമ്യാവ്
പ്രവാസത്തിന് മുമ്പ് യഹൂദയിലും യെരുശലേമിലും ഒക്കെ പ്രവചിച്ചുകൊണ്ടിരുന്നു. പിന്നെ പ്രവാസത്തിലേക്ക് വന്നപ്പോഴും കുറച്ച് നാൾ പ്രവചിച്ചു. എന്നിട്ട് മിസ്രൈമിലേക്ക് അദ്ദേഹത്തെ ഓടിച്ചു കളഞ്ഞ കാര്യം കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് ഓർക്കുന്നുണ്ടാവുമല്ലോ. ഈജിപ്തിലേക്ക്, മിസ്രൈമിലേക്ക്, പിന്നെ അവിടെ വെച്ച് കല്ലെറിഞ്ഞ് കൊന്നു എന്നാണ് ഒരു ചരിത്രരേഖ. മടങ്ങി വന്നിട്ടാണെന്ന് വേറൊരു രേഖയുള്ളതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ഏതാണെങ്കിലും അദ്ദേഹം പിന്നീട് ഈജിപ്തിലേക്ക് പോയി. എന്നാൽ ഡാനിയേൽ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ അറിയാവുന്ന കാര്യം ഞാൻ വേഗം പറയാം. ഡാനിയേൽ എങ്ങോട്ട് പോയെന്ന് ചോദിച്ചാൽ രാജകൊട്ടാരത്തിലേക്ക് പോയി. രാജകൊട്ടാരത്തിലേക്ക് പോയി അവിടെ നമ്മുടെ രീതിയിൽ പറഞ്ഞാൽ IAS പരീക്ഷയൊക്കെ പാസ്സായി ഭരണാധികാരത്തിൽ ഒരു കളക്ടറായിട്ടോ പിന്നെ ഒരു പ്രൈം മിനിസ്റ്ററായിട്ടോ ഒക്കെ അദ്ദേഹം പ്രൊമോട്ടഡായി. അദ്ദേഹത്തിൻ്റെ പ്രവർത്തന തലമെന്ന് പറയുന്നത് ഭരണതലമായിരുന്നു. അതിനുവേണ്ടിയാണ് ദൈവം അദ്ദേഹത്തെ കൊണ്ടുപോയത്. എന്നാൽ നമ്മളിന്ന് പഠിക്കുന്ന യെഹെസ്കേൽ എവിടെയായിരുന്നു? 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 1-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിലിരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. അപ്പോൾ കേബാർ നദീതീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഈ പ്രവാചകൻ ഇരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ പ്രവാസികളായിട്ട് യഹൂദയിൽ നിന്നും യെരുശലേമിൽ നിന്നും പിടിച്ചുകൊണ്ട് പോയവരെ പ്രവാസികൾ എന്ന് പറഞ്ഞാൽ ഉടനെ അവർക്ക് വീടെല്ലാം പണിത് താമസിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അല്ല, നമ്മുടെ നാട്ടിൽ തന്നെ അഭയാർത്ഥികളായിട്ടും പ്രവാസികളായിട്ടും വരുന്ന ആളുകളുടെ കാര്യം നിങ്ങൾ ആലോചിക്കുകയാണെങ്കിൽ നദീതീരത്ത് കൊണ്ടുവച്ചത് വെള്ളത്തിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ടാണ്. മനുഷ്യാവാസ കേന്ദ്രങ്ങളെല്ലാം എപ്പോഴും ഉണ്ടാകുന്നത് വെള്ള ലഭ്യത അനുസരിച്ചിട്ടാണ്. അപ്പോൾ ഇവരെ നദീതീരത്ത് കൊണ്ടുവന്ന് വല്ല ടെൻറ്റൊക്കെ കെട്ടി താമസിപ്പിച്ച് കാണും. സോ ഈ പ്രവാസികൾ ആയിട്ട് പിടിച്ചുകൊണ്ട് പോയവരൊക്കെ ഏത് നദീതീരത്തായിരുന്നു? കേബാർ നദീതീരത്ത്. വേറെ പല നദികളുടെ തീരത്തുമൊക്കെ ഇവർ താമസിച്ചിട്ടുണ്ട്. കേബാർ ഒരു നദി മാത്രമാണ്. ആ പ്രവാസികളുടെ ഇടയിലാണ് ആര് ജീവിച്ചത്? യെഹെസ്കേൽ. 137-ാം സങ്കീർത്തനം ഇപ്പോൾ വായിക്കുന്നത് നന്നായിരിക്കും. അത് നന്നായിട്ട് പാട്ടായിട്ടൊക്കെ ആവിഷ്കരിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ളൊരു സങ്കീർത്തനമാണ്. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങളിരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ ബൈ ദ റിവേഴ്സ് ഓഫ് ബാബിലോൺ എന്ന് പറഞ്ഞ് ഇംഗ്ലീഷിൽ നല്ല മനോഹരമായ ഗാനങ്ങളുണ്ട്. നമുക്കിപ്പോൾ മലയാളത്തിൽ വായിക്കാം. ബാബേൽ നദികളുടെ തീരത്ത് ഞങ്ങൾ ഇരുന്നു, സിയോനെ ഓർത്തപ്പോൾ ഞങ്ങൾ കരഞ്ഞു. മനസ്സിലായോ? ബാബേൽ നദീ തീരത്ത് ഞങ്ങളിരുന്നു എന്ന് പറഞ്ഞാൽ ബാബേലിലെ പല നദികളുടെ തീരത്ത്, അതിലൊരെണ്ണമാണ് കേബാർ. പല നദികളുടെ തീരത്തൊക്കെ ഞങ്ങൾ താമസിച്ചു. അങ്ങനെ താമസിച്ചിരുന്നപ്പോൾ ഞങ്ങൾ എന്തോർത്തു? സിയോനെ ഓർത്തു. ഇങ്ങനെ ഹിസ്റ്റോറിക്കൽ കോണ്ടെക്സ്റ്റിൽ ഇത് പഠിക്കണം. ഞങ്ങൾ സിയോനെ ഓർത്തപ്പോൾ എന്ന് പറഞ്ഞാൽ യെരുശലേമിനെ ഓർത്തപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു? കരഞ്ഞു. വായിക്കാം. അതിൻ്റെ നടുവിലെ അലരി വൃക്ഷങ്ങളിന്മേൽ ഞങ്ങൾ ഞങ്ങളുടെ കിന്നരങ്ങളെ തൂക്കിയിട്ടു. അപ്പോൾ ഇവർ കിന്നരവും ഒക്കെ എടുത്തോണ്ടാണ് പോയത് പ്രവാസത്തിലേക്ക്. പക്ഷേ ഇപ്പോൾ പാട്ട് പാടാൻ കഴിയാത്തത് കൊണ്ട് ഇതെല്ലാം വൃക്ഷത്തിൻ്റെ മേൽ തൂക്കിയിട്ടുണ്ട്. അത് പൊടി പിടിച്ച് കിടക്കുകയാണ്, അതിൽ ഉപയോഗമില്ല. ഓക്കെ. ഞങ്ങളെ ബദ്ധരാക്കി കൊണ്ടുപോയവർ സിയോൻ ഗീതങ്ങളിൽ ഒന്ന് ചൊല്ലുവിൻ എന്ന് പറഞ്ഞു. ഗീതങ്ങളെയും ഞങ്ങളെ പീഡിപ്പിച്ചവർ സന്തോഷത്തെയും ഞങ്ങളോട് ചോദിച്ചു. ഞങ്ങൾ യഹോവയുടെ ഗീതം അന്യദേശത്ത് പാടുന്നത് എങ്ങനെ എന്ന് പറഞ്ഞാൽ കളിയാക്കി ചോദിച്ചതാണ്. നിങ്ങളുടെ പാട്ടൊന്ന് പാടിക്കേ, നിങ്ങൾ ദൈവത്തെ ഒന്ന് ആരാധിച്ച്. നമ്മൾ വേറെ അർത്ഥത്തിലാണ് സങ്കീർത്തനം അത് വായിച്ച് സന്തോഷിക്കുന്നത്. പക്ഷെ ഇവരെ റെഡിക്യൂൾ ചെയ്തിട്ടാണ് പറഞ്ഞത്. നിങ്ങളുടെ സിയോൻ ഗീതമൊക്കെ ഒന്ന് പാടിക്കേ, നിങ്ങളുടെ കിന്നരമൊക്കെ ഒന്ന് എടുത്ത് അടിച്ച് നിങ്ങൾ ആ ദേവാലയത്തിൽ ആരാധിക്കുന്ന പോലെയൊക്കെ ഒന്ന് പാടിയെന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അവർ ചോദിക്കുകയാണ്, ഞങ്ങൾ ആ ഗീതങ്ങളെ ഇവിടെ അന്യദേശത്ത് ഞങ്ങളെ പരിഹസിക്കുന്നവരുടെ ഇടയിൽ ഞങ്ങൾ പാടുന്നത് എങ്ങനെ? ആ സിറ്റുവേഷൻ അതല്ല എന്നുള്ളത് കൊണ്ടാണ്. ഓക്കെ. യെരുശലേമേ, നിന്നെ ഞാൻ മറക്കുന്നുവെങ്കിൽ എൻ്റെ വലം കൈ മറന്നു പോകട്ടെ. നിന്നെ ഞാൻ ഓർക്കാതെ പോയാൽ, യെരുശലേമിനെ എൻ്റെ മുഖ്യ സന്തോഷത്തെക്കാൾ വിലമതിക്കാതെ പോയാൽ എൻ്റെ നാവ് അണ്ണാക്കിനോട് പറ്റിപ്പോകട്ടെ. ഇടിച്ചു കളയുവിൻ, അടിസ്ഥാനം വരെ അതിന് ഇടിച്ചു കളയുവിൻ എന്നിങ്ങനെ പറഞ്ഞ ഏദോമ്യർക്കായി യഹോവ യെരുശലേമിന്റെ നാൾ ഓർക്കണമേ. നാശം അടുത്തിരിക്കുന്ന ബാബേൽ പുത്രിയെ, നീ ഞങ്ങളോട് ചെയ്തതുപോലെ നിന്നോട് ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ കുഞ്ഞുങ്ങളെ പിടിച്ച് പാറമേൽ അടിച്ച് കളയുന്നവൻ ഭാഗ്യവാൻ. അതിൻ്റെ അർത്ഥം ഇവിടുന്ന് ദൈവം ഞങ്ങളെ വിടുവിക്കും. ഇവർക്കും ഇതുപോലെ തന്നെ ദൈവജനത്തെ പീഡിപ്പിച്ചതിന് തിരികെ പണിഷ്മെൻറ്റ് ദൈവം വെച്ചിട്ടുണ്ടെന്ന് അവർ സമാശ്വസിച്ചുകൊണ്ട് എഴുതിയ ഒരു സങ്കീർത്തനമാണത്. അപ്പോൾ ഇപ്പോൾ ഞാനിത് വായിപ്പിച്ചതിനാണെന്ന് ചോദിച്ചാൽ യെഹെസ്കേൽ 1-ന്റെ 137-ാം സങ്കീർത്തനത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങളും കൂടി കമ്പയർ ചെയ്യുകയാണെങ്കിൽ ഇവർ ഏത് അവസ്ഥയിൽ കൂടിയാണ് കടന്നു പോയെന്നുള്ളത് ഗ്രഹിക്കാൻ പറ്റുമല്ലോ. പറ്റുന്നില്ലേ? അപ്പോൾ ഞാൻ വേറൊരു കാര്യം പറയാനും കൂടി ഇത് പറഞ്ഞത്, ഒരു കൂട്ടം പ്രവാസികൾ പാട്ട് പാടാൻ പറ്റാത്തവരായി, ദൈവത്തെ ആരാധിക്കാൻ പറ്റാത്തവരായി, അവരുടെ കിന്നരങ്ങളെയൊക്കെ മരത്തിൽ തൂക്കിയിട്ട് നിരാശരായിട്ടിരുന്നപ്പോൾ ഇതാ ഇങ്ങേപ്പുറത്തൊരു ആൾക്ക് ദൈവം സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങൾ നൽകുകയാണ്. ദിസ് ഈസ് ഓൾസോ പോസിബിൾ എന്ന് ഇതും സാധ്യമാണ് എന്ന് നമ്മൾ കാണണം. ഞങ്ങൾ പാട്ട് പാടുന്നത് എങ്ങനെ? ഞങ്ങൾ കിന്നരങ്ങളെയൊക്കെ തൂക്കിയിട്ട് അന്യദേശത്ത് നിൻ്റെ പാട്ട് പാടുന്നത് എങ്ങനെ? ദൈവത്തെ ഇവിടെ ആരാധിക്കാൻ പറ്റുമോ എന്നൊക്കെ ചോദിച്ച്
അവർ കിന്നരങ്ങൾ തൂക്കിയിട്ട് വിഷമത്തിലും നിരാശയിലും ഇരുന്നപ്പോൾ അവരുടെ നടുവിൽ ഒരു പ്രവാചകൻ, അവരുടെ നടുവിൽ ഒരു വലിയ പ്രവാചകൻ, അദ്ദേഹത്തിൻ്റെ പേരാണ് യഹെസ്കേൽ. അദ്ദേഹം വളരെ ആഴത്തിൽ നിഗൂഢമായിട്ടുള്ള ദൈവിക ആത്മീയ സത്യങ്ങളാണ് ദർശിക്കുന്നത് എന്നുള്ള കാര്യവും നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പോൾ ഞാനിപ്പോൾ നിങ്ങളോട് പറഞ്ഞ ഈ പ്രവാചകന്മാർ 3 പേരും പ്രത്യേക ദൗത്യങ്ങൾ ഏറ്റെടുത്ത പ്രവാചകന്മാരാണ്. യിരെമ്യാവും യഹെസ്കേലും ഡാനിയേലും 3 പ്രധാനപ്പെട്ട. അപ്പോൾ മനസ്സിലാക്കി കാണും എന്താ ഇത് 3 അടുപ്പിച്ച് വെച്ചതെന്ന്. ഈ പുസ്തകങ്ങൾ 3 അടുപ്പിച്ച് വെച്ചാൽ എന്താണെന്ന് ഇപ്പോൾ പിടികിട്ടി കാണും. അവർക്ക് ദേ ഹാവ് എ പെക്യൂലിയർ മിനിസ്ട്രി. ദൈവം അവർക്കൊരു പ്രത്യേക തരത്തിലുള്ള ശുശ്രൂഷയും വെളിപ്പാടുമാണ് നൽകിയിരിക്കുന്നത്. ഇതിൽ യിരെമ്യാവിൻ്റെ പ്രവചനങ്ങൾ ഡാനിയേൽ കേട്ടിട്ടുണ്ടാകും, യഹെസ്കേൽ കേട്ടിട്ടുണ്ടാകും എന്ന് ഞാൻ പറഞ്ഞപ്പോൾ എങ്ങനെ അറിയാം എന്ന് നിങ്ങളാരും ചോദിച്ചില്ല. ഞാൻ തന്നെ ചോദിച്ച് ഉത്തരം പറയാം. ഡാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. ഡാനിയേൽ പ്രവചനം എല്ലാത്തിൻ്റെയും ക്ലൂ ബൈബിളിൽ കിടപ്പുണ്ട്. വചനത്താൽ വചനത്തെ നിങ്ങൾക്ക് വ്യാഖ്യാനിക്കാൻ പറ്റും. 9-ാം അധ്യായത്തിൻ്റെ 2-ാം വാക്യം. അവൻ്റെ വാഴ്ചയുടെ 1-ാം ആണ്ടിൽ തന്നെ ദാനിയേൽ എന്ന ഞാൻ യെരുശലേമിൻ്റെ ശൂന്യാവസ്ഥ 70 സംവത്സരം കൊണ്ട് തീരുമെന്നിങ്ങനെ യഹോവയുടെ അരുളപ്പാട് യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം യിരെമ്യാ പ്രവാചകൻ ഉണ്ടായ പ്രകാരം ഒരു കാലസംഖ്യ പുസ്തകങ്ങളിൽ നിന്നും ഗ്രഹിച്ചു. അപ്പോൾ ആ പുസ്തകം, ഇദ്ദേഹത്തിൻ്റെ പുസ്തകമൊക്കെ ആര് വായിച്ചിട്ടുണ്ട്? ഈ ചുരുളൊക്കെ ഡാനിയേൽ വായിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കാലസംഖ്യ ഗണിച്ചു. ഇനിയിപ്പോൾ നമ്മൾ ഡാനിയേൽ പഠിക്കാൻ പോവാം. ഡാനിയേൽ പഠിക്കാൻ എല്ലാവർക്കും താല്പര്യമായിരിക്കും. 70 വീക്സ് ഓഫ് ഡാനിയേലൊക്കെ കേൾക്കാൻ ഇങ്ങനെ നിങ്ങൾ റെഡി ആയിട്ടിരിക്കുകയായിരിക്കും ചിലപ്പോൾ. അപ്പോൾ ആ കാലസംഖ്യ ഗണിച്ചപ്പോൾ ഇതിൻ്റെ അർത്ഥമൊക്കെ എന്തായിരിക്കും എന്നുള്ളത് അറിയാൻ വേണ്ടി അവിടെ ഡാനിയേലിലേക്കല്ല പോയത്. ഡാനിയേൽ എന്താ ചെയ്തത്? അപ്പോൾ പുസ്തകം വായിച്ചിട്ടുണ്ട്. ഉപവസിച്ച് പ്രാർത്ഥിച്ച് ദൈവമുഖം അന്വേഷിച്ചപ്പോൾ ദൈവം അവനോട് ഇടപെട്ടു. ദൈവം ഇടപെട്ടപ്പോൾ അവൻ്റെ ദേഹമൊക്കെ ക്ഷീണിച്ച് കിടന്നൊക്കെ പോയി. പക്ഷേ ദൈവം വലിയ മർമ്മങ്ങളെ അവന് വെളിപ്പെടുത്തി കൊടുത്തു. അത് നമുക്ക് പിന്നെ പഠിക്കാം. അപ്പോൾ ഇപ്പോൾ ഞാൻ പറഞ്ഞത് യിരെമ്യാവിൻ്റെ പ്രവചനങ്ങൾ ആര് വായിച്ചിട്ടുണ്ടായിരുന്നു, ആര് കണ്ടിട്ടുണ്ടായിരുന്നു? ഡാനിയേൽ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ യഹെസ്കേലും ഡാനിയേലും യിരെമ്യാവും ഒക്കെ ദൈവികമായിട്ടുള്ള വലിയ ഉന്നതമായ ദർശനവും ശുശ്രൂഷയും പ്രാപിച്ച ആളുകളാണെന്നുള്ളത് ഈ പുസ്തകങ്ങൾ ഒരുമിച്ച് വായിച്ചാൽ ഗ്രഹിക്കാൻ പറ്റും. അതായിരിക്കും അത് ഒരുമിച്ച് വെച്ചിരിക്കുന്നത്. എന്നാൽ ഞാൻ ഈ പ്രവാചകന്മാരെക്കുറിച്ച്, അല്ലെങ്കിൽ ചില പ്രവാചകന്മാരെക്കുറിച്ച് ചില കാര്യങ്ങൾ ഒന്നുകൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. നമ്മൾ ഈ പുസ്തകത്തിലേക്ക് കയറുന്നതിന് മുമ്പ് യഹെസ്കേൽ പ്രവാചകനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, അദ്ദേഹത്തെക്കുറിച്ചാണല്ലോ ഇപ്പോൾ നമ്മൾ പഠിക്കുന്നത്. ഹീ ഈസ് ദ മോസ്റ്റ് സ്പിരിച്വൽ പ്രോഫറ്റ് എന്ന് ചിലർ പറയാറുണ്ട്. എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം, സ്പിരിച്വൽ എന്ന് കേട്ടപ്പോൾ നിങ്ങൾ ഓർത്ത് കാണും അദ്ദേഹമാണ് ആത്മീയൻ, ബാക്കിയുള്ളവരാരും അങ്ങനെയല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഹിസ് പ്രൊഫസീസ് ആർ ഫോക്കസ്ഡ് ഓൺ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ കേന്ദ്രീകൃതമായിട്ടുള്ള പ്രവചനങ്ങളാണ് ആരുടെ ഭാഗത്തു നിന്ന് വന്നേക്കുന്നത്? യഹെസ്കേലിൻ്റെ. അതെന്താ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചാൽ, യേശുക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ പ്രവചനങ്ങളാണ് യെശയ്യാവിൽ നിന്ന് വന്നേക്കുന്നത്. യെശയ്യാവ് ആരെക്കുറിച്ചാണ് പറഞ്ഞത്? കന്യക ഗർഭിണിയായി ഒരു മകനെ പ്രസവിക്കും. അവിടെ അപ്പം യെശയ്യാവിൻ്റെ ഫോക്കസ് എവിടെയാണ് പോയേക്കുന്നത്? ദൈവപുത്രനിലാണ്. എന്നാൽ യഹെസ്കേലിൻ്റെ ഫോക്കസ് പോയേക്കുന്നത് പരിശുദ്ധാത്മാവിലാണ്. അപ്പോൾ യിരെമ്യാവിൻ്റെ ഫോക്കസ് പോയതോ പിതാവായ ദൈവത്തിലാണ്. സി ഹൗ വണ്ടർഫുൾ ഇറ്റ് ഈസ്. ഈ 3 പ്രവാചകന്മാരെയും ദൈവം വലിയ ദർശനങ്ങളും ദൗത്യങ്ങളും നൽകി അയച്ചു എന്ന് പറഞ്ഞപ്പോൾ, യെരെമ്യാവാണ് പിതാവായ ദൈവത്തെക്കുറിച്ച് യഹോവ ഇങ്ങനെ അരുളി ചെയ്യുന്നു, ദൈവം ഇങ്ങനെ ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പ്രവചനങ്ങൾ വായിച്ചാൽ ഫോക്കസ് ഈസ് ഓൺ ഗോഡ് ദ ഫാദർ, പിതാവായ ദൈവത്തിലാണ്. യെശയ്യാവിൻ്റെ പ്രവചനങ്ങൾ വായിച്ചാൽ ഫോക്കസ്, നമ്മൾ പഠിച്ചതാണല്ലോ, യെശയ്യാവിൻ്റെ പുസ്തകത്തിൽ നിന്ന് യേശുവിൻ്റെ ജീവചരിത്രം ഇവിടെ റീകൺസ്ട്രക്ട് ചെയ്ത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും ഇല്ലേ? യെശയ്യാവ് അവൻ്റെ തേജസ് കണ്ട് സംസാരിച്ചു എന്ന് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നിന്ന് വായിച്ചു. യേശുവിൻ്റെ ജനനം, യേശുവിൻ്റെ വളർച്ച, യേശുവിന്മേൽ വ്യാപരിച്ച ആത്മാവ്, യേശുവിൻ്റെ ഭക്ഷണക്രമം എല്ലാം യെശയ്യാവിൽ നിന്ന് നിങ്ങൾ പഠിച്ചതിപ്പോൾ ഓർക്കുന്നുണ്ടെങ്കിൽ ഇല്ലേ? അവൻ അത്ഭുത മന്ത്രി, വീരനാം ദൈവം, സമാധാനപ്രഭു എന്ന് പേർ വിളിക്കപ്പെടുമെന്നും അവൻ്റെ രാജ്യത്തിന് അവസാനം ഉണ്ടാകുകയില്ല എന്നും, അങ്ങനെ ദൈവരാജ്യം നിത്യതയിൽ സ്ഥാപിക്കുന്നത് വരെയുള്ള ദൈവപുത്രൻ്റെ എല്ലാ കാര്യങ്ങളും ആര് പ്രവചിച്ചിട്ടുണ്ട്? യെശയ്യാവ്. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനങ്ങൾ കൂടുതൽ നിഹതന്മാർ കിടക്കുന്നു. നിങ്ങളൊന്ന് മനസ്സിൽ കണ്ട്, താഴ്വര നിഹതന്മാരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഈ അസ്ഥികൾ ജീവിക്കുമോ? അപ്പോൾ ദൈവത്തിൻ്റെ ശ്വാസം അതിന്മേൽ വരുന്നു. ശ്വാസം ആത്മാവാണ്, ന്യൂമ. അത് ആരുടെ പ്രവചനത്തിലാണ് കാണുന്നത്? യഹെസ്കേലിലാണ്. എന്നാൽ പിതാവായ ദൈവത്തെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് യെരെമ്യാവാണ്. അപ്പം യെരെമ്യാവ് പിതാവിൻ്റെ പ്രവാചകൻ, യെശയ്യാവ് പുത്രൻ്റെ പ്രവാചകൻ, യഹെസ്കേൽ
പരിശുദ്ധാത്മാവിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. അപ്പം മറ്റാളുകളെക്കുറിച്ചൊന്നും ഇവർക്ക് ആർക്കും അറിയാൻ പാടില്ലെന്നല്ല, അവരുടെ ഫോക്കസ് അവിടെയാണ് ഇരിക്കുന്നത് എന്നുള്ള കാര്യം മാത്രം ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിച്ചു എന്നുള്ളതേ ഉള്ളൂ. അതുപോലെ ദൈവ തേജസ്സിൻ്റെ ദർശനങ്ങൾ ഏറ്റവും കൂടുതൽ പ്രാപിച്ചത് യെഹെസ്കേലാണ്. ദൈവ തേജസ്, ദൈവം എങ്ങനെയാണ്, ദൈവത്തിൻ്റെ തേജസ് എങ്ങനെയാണ്, ദൈവത്തിൻ്റെ കെരൂബുകൾ എങ്ങനെയാണ് ഇരിക്കുന്നത്, അതോടൊപ്പം ദൈവത്തെ എതിർക്കുന്ന പിശാച് എങ്ങനെയാണ് ഇരിക്കുന്നത്, ഇതെല്ലാം ആരാ പ്രാപിച്ചത്? യെഹെസ്കേലാണ്. അതുകൊണ്ട് യെഹെസ്കേൽ, ഇതിന് മുമ്പൊരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞായിരുന്നു, യെഹെസ്കേൽ ഈസ് ദ മോസ്റ്റ് ഡിഫിക്കൽട്ട് പ്രോഫറ്റ് ഓർ പ്രൊഫസി. ഓർക്കുന്നുണ്ടോയെന്ന് എനിക്കറിയാൻ പാടില്ല. അത്ര ഗഹനമായ കാര്യങ്ങളാണ് ആര് പ്രവചിച്ചിരിക്കുന്നത്? യെഹെസ്കേൽ പ്രവചിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ തരത്തിൽ നിങ്ങളത് ഗ്രഹിക്കുന്നത് നന്നായിരിക്കും. അതുമാത്രമല്ല, യെഹെസ്കേലിനെയും ഡാനിയേലിനെയും യോഹന്നാൻ അപ്പോസ്തലനെയും വേണമെങ്കിൽ ഒരു ഗ്രൂപ്പിൽ വിടാം. അപ്പോൾ ഞാൻ പുതിയ നിയമത്തിൽ നിന്ന് ഒരാളെ കൂടെ കൂട്ടി. യെഹെസ്കേലുണ്ട്, ഡാനിയേലുണ്ട്, യോഹന്നാനുണ്ട്. എന്താണ് ഇവരെ 3 പേരെയും കൂടി ഇപ്പോൾ ഒരുമിച്ച് കൂട്ടിയത്? ഇവർ 3 പേരും പ്രൊഫസീഡ് ഔട്ട് ഓഫ് ദ ലാൻഡ്. യെരുശലേമിനെക്കുറിച്ച് യെരുശലേമിൻ്റെ പുറത്ത് പോയി പ്രവചിച്ചവരാണ്. അല്ലെങ്കിൽ ദൈവജനത്തെക്കുറിച്ച് ദൈവജനത്തിൻ്റെ കൂടെ താമസിക്കാതെ നമ്മൾ ഒരുമിച്ച് താമസിച്ചെങ്കിലേ പ്രവചനം വരുമെന്നൊന്നും ആരും വിചാരിക്കേണ്ട. ദൈവത്തിന് എവിടെയും ആരുമായിട്ടും ഇടപെടാൻ സാധിക്കും. യെഹെസ്കേൽ എവിടെയായിരുന്നു? പ്രവാസത്തിൽ കേബാർ നദിയുടെ തീരത്തായിരുന്നു. ഡാനിയേൽ രാജാവിൻ്റെ കൊട്ടാരത്തിൽ. അവിടുത്തെ അതിൻ്റെ കൂടെ ആരും നിൽക്കാനില്ല. അതുകൊണ്ടാണ് ഒറ്റയ്ക്ക് പിടിച്ച് സിംഹത്തിൻ്റെ കുഴിയിലിട്ടത്. കൂടെ ഉണ്ടായിരുന്നവരെ പിടിച്ച് തീക്കകത്ത് നോക്കിയിട്ട് നോബഡി ടു ഹെൽപ്പ്, നോബഡി അറൗണ്ട്, ഇല്ലേ? അവനെ സഹായിക്കാൻ ഒരു കൂട്ടം ആളുകളൊന്നും കൂടെ ഉണ്ടായിരുന്നില്ല. ഇതുപോലെ തന്നെ യോഹന്നാനും കർത്താവായ യേശു ക്രിസ്തുവിന് വേണ്ടി പത്മോസ് എന്ന ദ്വീപിലായിരുന്നു. അതുകൊണ്ട് ഒരു സമാനത ഇവർ തമ്മിലുണ്ട്. ഇവരുടെ പ്രവചനങ്ങൾ നിങ്ങൾ വായിക്കുമ്പോൾ ഈ 3 പ്രവാചകന്മാരുടെ കാഴ്ചപ്പാടുകൾക്കും പ്രവചനങ്ങൾക്കും ഒരു സമാനതയുണ്ട്. ഞാനൊരു എക്സാമ്പിൾ മാത്രം നിങ്ങൾക്ക് കാണിച്ചു തരാൻ താല്പര്യപ്പെടുന്നു, സമാനതയുണ്ടെന്ന് മനസ്സിലാക്കാനായിട്ട്. നമുക്ക് യെഹെസ്കേലാണ് ഇപ്പോൾ പഠിക്കുന്നതെന്നുള്ളത് കൊണ്ട് യെഹെസ്കേലിനെയും വെളിപ്പാട് പുസ്തകത്തെയും കൂടെ ഒന്ന് എടുക്കാം. ഡാനിയേൽ ഇല്ലാതെ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ പറ്റുകയില്ലെന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും അറിയാവുന്നുള്ളത് കൊണ്ട് ഞാൻ ഡാനിയേലും കൂടി ഇപ്പോൾ കൊണ്ടുവരേണ്ട കാര്യമില്ലെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. കാരണം നമ്മളിപ്പോൾ ഏത് പുസ്തകം പഠിക്കുന്നത്? യെഹെസ്കേൽ. അപ്പോൾ യെഹെസ്കേൽ ഫോക്കസ് ചെയ്താൽ മതി. ഡാനിയേൽ പ്രവചനം കൂടാതെ വെളിപ്പാട് പുസ്തകം പഠിക്കാൻ ബുദ്ധിമുട്ടാണ്. ഒറ്റ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഡാനിയേലിനോട് പറഞ്ഞു ഇതെല്ലാം മുദ്രയിട്ടേക്കാൻ പറഞ്ഞു, യോഹന്നാനോട് പറഞ്ഞു മുദ്രയിടണ്ട, എല്ലാം തുറന്ന് വായിച്ചോട്ടെന്ന് പറഞ്ഞുള്ളൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. രണ്ടും പാരലലാണ്, ഒന്നില്ലാതെ ഒന്നും മനസ്സിലാക്കാൻ പറ്റുകയില്ല. അതുകൊണ്ട് അത് തമ്മിൽ ബന്ധമുണ്ടെന്നുള്ള കാര്യം അസന്നിഗ്ധമായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ യെഹെസ്കേലുമായിട്ട് ബന്ധമുണ്ടോ എന്നൊന്ന് നോക്കുന്നത് നന്നായിരിക്കും. 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം, യെഹെസ്കേൽ. അതിൻ്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. 10-ാം വാക്യം കൂടെ വായിക്കാം. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. കെരൂബുകളെ കുറിച്ച് അല്ലെങ്കിൽ 4 മുഖങ്ങളുള്ള ജീവികളെ കുറിച്ച് ആർക്ക് ദർശനം കിട്ടി? യെഹെസ്കേലിന്. യോഹന്നാന് കിട്ടിയിട്ടുണ്ടോ? വെളിപ്പാട് 4-ാം അധ്യായത്തിൻ്റെ 6-ാം വാക്യം. സിംഹാസനത്തിന്റെ മുമ്പിൽ പളുങ്കിനൊത്ത കണ്ണാടിക്കടൽ, സിംഹാസനത്തിന്റെ നടുവിലും സിംഹാസനത്തിന്റെ ചുറ്റിലും 4 ജീവികൾ, അവയ്ക്ക് മുമ്പുറവും പിമ്പുറവും കണ്ണുകൾ. 4 ജീവികൾ കെരൂബുകളാകാം. 4 ജീവികൾ ഇതാ ഈ 2 പുസ്തകങ്ങളിലും 2 പ്രവാചകന്മാരും കാണുന്നു. പുതിയ നിയമത്തിലെ ഏക പ്രവചനമാണ് വെളിപ്പാട്. അപ്പോൾ ഈ 2ലും നമുക്ക് 4 ജീവികളെ കാണാം. യെഹെസ്കേൽ 38-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഗോഗിനെക്കുറിച്ചും മാഗോഗിനെക്കുറിച്ചും അവിടെ പ്രവചിച്ചിട്ടുണ്ട്. 38-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, രോഷ്, മെശെക്, തൂബൽ എന്നിവയുടെ പ്രഭുവായി മാഗോഗ് ദേശത്തിലെ ഗോഗിന്റെ നേരെ നീ മുഖം തിരിച്ച്. ഗോഗും മാഗോഗും ഒരു പ്രധാനപ്പെട്ട പ്രവചന വിഷയമാണ്. എന്താണെന്നുള്ളത് പിന്നെ പഠിക്കാം. വെളിപ്പാട് പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. 20-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. അവൻ ഭൂമിയുടെ 4 ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽപ്പുറത്തെ മണൽ പോലെയുള്ള ഗോഗ്, മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കുന്നു. മാഗോഗും എവിടെ വന്നിട്ടുണ്ട്? വെളിപ്പാടിലും വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇൻ്റർ കണക്റ്റഡ് ആണ്. വെളിപ്പാട് ഈ യെഹെസ്കേൽ പ്രവചനത്തിൽ പ്രവാചകനോട് ദൈവം പറഞ്ഞു, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് പ്രവചിക്കുക. 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം.
3-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം. അവൻ എന്നോട്, മനുഷ്യപുത്ര, നീ കാണുന്നത് തിന്നുക, ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക എന്ന് കൽപ്പിച്ചു. ഈ ചുരുൾ തിന്നിട്ട് ചെന്ന് ഇസ്രായേൽ ഗൃഹത്തോട് സംസാരിക്കുക. വെളിപ്പാട് പുസ്തകം 10-ാം അധ്യായത്തിന്റെ 9-ാം വാക്യത്തിൽ ഒരു ചെറിയ പുസ്തകം കൊടുത്തു യോഹന്നാന്. ഈ പുസ്തകം തിന്നിട്ട് ചെന്ന് ഞാൻ ദൂതന്റെ അടുക്കൽ ചെന്ന് ആ ചെറു പുസ്തകം തരുവാൻ പറഞ്ഞു. അവൻ എന്നോട്, നീ ഇത് വാങ്ങി തിന്നുക, അത് നിന്റെ വയറ്റിനെ കയ്പിക്കും, എങ്കിലും വായിൽ തേൻ പോലെ മധുരിക്കും എന്ന് പറഞ്ഞു. ഇത് യെഹെസ്കേലിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രണ്ടുപേരും പുസ്തകം തിന്നേച്ച് പ്രവചിച്ചവരാണ്, ചുരുൾ തിന്നേച്ച് പ്രവചിച്ചവരാണ്. അപ്പോൾ ഇപ്പം നമ്മൾ പ്രവചിക്കാത്തത് ചുരുൾ തിന്നാത്തതുകൊണ്ടായിരിക്കും ചിലപ്പം, കേട്ടോ. അപ്പോൾ നമുക്ക് ഇച്ചിരി ചുരുളൊക്കെ ഒന്ന് തിന്നാൻ ശ്രമിച്ച് നോക്കാം. ഓക്കെ, 40 മുതലുള്ള അധ്യായങ്ങൾ യെഹെസ്കേൽ വായിക്കുമ്പോൾ 48-ാം അധ്യായം വരെ പുതിയ യെരുശലേമിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അത് മുഴുവൻ ഞാൻ വായിപ്പിക്കുന്നില്ല. 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങൾ വായിച്ചാൽ വിഷയം എന്താണ്? പുതിയ യെരുശലേം. വെളിപ്പാട് പുസ്തകത്തിൽ പിന്നെ അതാണ് വിഷയം എന്നുള്ളത് പറയേണ്ടതില്ല. എങ്കിൽ 21-ന്റെ 2 വായിക്കാം. 21-ന്റെ 2. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം. പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരത്തിൻ്റെ ഒരു ചെറിയ വിവരണം മാത്രമേ എവിടെയുള്ളൂ? വെളിപ്പാട് പുസ്തകത്തിലുള്ളൂ. വിശദമായ വിവരണം കിട്ടണമെങ്കിൽ എവിടെ പോകണം? യെഹെസ്കേലിൽ പോകണം. പറഞ്ഞ പിടികിട്ടിയോ? പുതിയ യെരുശലേം 21-ാം അധ്യായത്തിൽ വെളിപ്പാടിൽ ഒതുങ്ങി നിൽക്കുമ്പോൾ 40 മുതൽ 48 അധ്യായം വരെ 8-9 അധ്യായങ്ങളാണ് യെഹെസ്കേൽ പ്രവാചകൻ അതിൻ്റെ ഡീറ്റെയിൽസ് വിവരിക്കാനായിട്ട് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും കമ്പയർ ചെയ്താൽ പഠിക്കാൻ പറ്റുള്ളൂ. യെഹെസ്കേൽ 47-ന്റെ 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ, അവൻ എന്നെ ആലയത്തിന്റെ പ്രവേശനത്തിങ്കൽ മടക്കി കൊണ്ടുവന്നപ്പോൾ ആലയത്തിന്റെ ഉമ്മരപ്പടിയുടെ കീഴെ നിന്ന് വെള്ളം കിഴക്കോട്ട് പുറപ്പെടുന്നത് ഞാൻ കണ്ടു. 47-ാം അധ്യായത്തിന്റെ 12 വാക്യം വായിക്കുമ്പോൾ സമയം പോകുന്നുള്ളത് കൊണ്ട് ഇപ്പോൾ വെള്ളം പുറപ്പെടുന്ന കാര്യം മനസ്സിലായെങ്കിൽ ജീവജല നദിയെക്കുറിച്ചാണ് പറയുന്നത്. മുട്ടോളമല്ല, അരയോളമല്ല, ഒരു ജീവജല നദി അത് ചെന്ന് ചേരുന്നതും ജീവൻ പ്രാപിക്കുന്നതും. വെളിപ്പാട് 22-ന്റെ 1 എന്താ പറഞ്ഞേക്കുന്നത്? വെളിപ്പാട് 22-ന്റെ 1 വീതിയുടെ നടുവിൽ ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്നും പുറപ്പെടുന്നതായി പളങ്കുപോലെ ശുഭമായി ജീവജല നദിയും അവൻ എന്നെ കാണിച്ചു. അപ്പോൾ യെഹെസ്കേലിനും ജീവജല നദി ഉണ്ടെങ്കിൽ യോഹന്നാനും ജീവജല നദിയുണ്ട്. അപ്പോൾ ഇവർ തമ്മിലൊരു പൊരുത്തമുണ്ടെന്നുള്ള കാര്യം മനസ്സിലായോ? പ്രവാസത്തിലേക്ക് പോയ പഴയ നിയമ പ്രവാചകന്മാരും പുതിയ നിയമത്തിലെ പ്രവാചകനും തമ്മിൽ ഒരു മനപ്പൊരുത്തമുണ്ട്, ഒരു ദർശന ഐക്യമുണ്ട്. അവർ തമ്മിലൊരു ദർശന ഐക്യം ഉണ്ട്. ദാനിയേൽ കണ്ടത് തന്നെ ആരും കണ്ടു? യോഹന്നാനും കണ്ടു. യെഹെസ്കേൽ കണ്ടത് തന്നെ ആര് കണ്ടു? യോഹന്നാൻ കണ്ടു. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ പഴയ നിയമത്തിൽ ഇവർ പ്രവാസത്തിലായപ്പോൾ അവരെന്ത് കണ്ടോ അത് തന്നെയാണ് പുതിയ നിയമത്തിൽ പ്രവാസത്തിലേക്ക് പോയ യോഹന്നാൻ അപ്പോസ്തലനും കണ്ടത്. അപ്പോൾ ഈ പ്രവചനങ്ങൾ കമ്പയർ ചെയ്ത് പഠിക്കണം. നമുക്ക് വെളിപ്പാട് പഠിക്കുമ്പോൾ എപ്പോഴും താല്പര്യം ദാനിയേൽ പ്രവചനം പഠിക്കണം, ഇല്ലെങ്കിൽ ശരിയാകുകയില്ലെന്നുള്ളതാണ്. ഞാൻ പറയുന്നത് യെഹെസ്കേലും പഠിക്കണം. യെഹെസ്കേലും ദാനിയേലും വെളിപ്പാടും ഒരേപോലെ മേശപ്പുറത്ത് നിരത്തി വെച്ച് പഠിച്ചാൽ പഠനം നന്നാകും. ആരെങ്കിലും പഠിക്കുമെന്ന് വിചാരിച്ചാൽ ഇതൊക്കെ പറയുന്നത് കേട്ടോ. ഈ 3 പുസ്തകങ്ങളും കൂടി തുറന്നു വെച്ചൊരു പഠനം നടത്തിയാൽ നന്നായിരിക്കും. കാരണം ഇവർ 3 പേരും ഒരേ തരത്തിൽ കാര്യങ്ങളെ കാണുകയും പ്രവചിക്കുകയും ചെയ്തവരാണ് എന്ന് ഈ വാക്യങ്ങൾ വായിച്ചപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്ന് ഞാൻ കരുതുന്നു. ചുരുക്കം പറഞ്ഞാൽ, ഞാൻ പത്രോസിൻ്റെ ലേഖനത്തിൽ ഒരു വാചകം നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരികയാണ്. എന്താണ് ഇവർക്ക് സംഭവിച്ചത്? ഇവരെന്താണ് പ്രവചിച്ചതെന്ന് ചോദിച്ചാൽ, 1 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങൾ. പത്രോസിൻ്റെ 1-ാം ലേഖനം 1-ാം അധ്യായം 10-11 വാക്യങ്ങൾ. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. വരാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ. അപ്പോൾ എന്താണ് ഇവർ പ്രവചിച്ചത്? തീർന്നില്ല, എനിക്ക് ആ വാക്യം ഇനിയും വായിക്കണം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അപ്പം നമുക്ക് വരാനിരിക്കുന്ന രക്ഷയെയും തേജസ്സിനെയും കുറിച്ചൊക്കെ അവർ ആരാഞ്ഞ് അന്വേഷിച്ചപ്പോൾ, വായിച്ചോ, അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ് ക്രിസ്തുവിന് വരേണ്ടിയിരുന്ന കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയും മുൻപിൽ കൂട്ടിക്കണ്ട് സാക്ഷീകരിച്ചപ്പോൾ. കഷ്ടവും പിൻവരുന്ന മഹത്വവും. എന്താണ് അവർ കണ്ടത്? കഷ്ടവും അതിനുശേഷം വരുന്ന മഹത്വം. അപ്പോൾ ഈ 3 പേരും കണ്ട കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, എന്താണ് അവർ കണ്ടത്? ആദ്യം കഷ്ടവും അതിൻ്റെ പുറകെ വരുന്ന മഹത്വവും. കഷ്ടവും പിൻവരുന്ന മഹത്വവും. നമുക്ക് ആ 2 വാക്യങ്ങൾ ഒരുമിച്ച് ഒന്നുകൂടെ വായിക്കാം. നിങ്ങൾക്ക് വരുവാനിരിക്കുന്ന കൃപയെക്കുറിച്ച് പ്രവചിച്ച പ്രവാചകന്മാർ ഈ രക്ഷയെ ആരാഞ്ഞ് അന്വേഷിച്ചിരുന്നു. അവരിലുള്ള ക്രിസ്തുവിൻ ആത്മാവ്
ക്രിസ്തുവിന് വരേണ്ടിയ കഷ്ടങ്ങളെയും പിൻവരുന്ന മഹിമയെയും മുൻപിൽ കൂട്ടി കണ്ട് സാക്ഷീകരിച്ചപ്പോൾ സൂചിപ്പിച്ച സമയം ഏതോ എങ്ങനെയുള്ളതോ എന്ന് പ്രവാചകന്മാർ ആരാഞ്ഞു നോക്കി. അപ്പം എന്താണ് ഈ പ്രവാചകന്മാരൊക്കെ ആരാഞ്ഞു നോക്കിയത്? അതാണ് അവിടെ പറഞ്ഞേക്കുന്നത്. ഈ പ്രവാചകന്മാർ അന്വേഷിച്ച് ആരാഞ്ഞു നോക്കിയത് എന്താണ്? ക്രിസ്തുവിന് കഷ്ടവും പിന്നെ മഹത്വവും വന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ അനുയായികൾക്കും കഷ്ടവും പിന്നെ ഒരു മഹത്വവുമുണ്ട്. കാര്യം മനസ്സിലായോ? ക്രിസ്തുവിനെ പിൻപറ്റുന്നവർക്കും അവൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്ന നമുക്കും എന്തുണ്ട്? ആദ്യം ഒരു കഷ്ടമുണ്ട്, പിന്നെ ഒരു മഹത്വമുണ്ട്. ലോകത്തിൽ നിങ്ങൾക്ക് കഷ്ടമുണ്ട്, ധൈര്യപ്പെടുവീൻ, ഞാൻ ലോകത്തെ ജയിച്ചിരിക്കുന്നു. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കുവാൻ പോകുന്നു, ഒരുക്കിയാൽ പിന്നെയും നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. അപ്പോൾ ഇപ്പോൾ കഷ്ടതയുണ്ടെങ്കിലും കുഴപ്പമില്ല, നാം അനേകം കഷ്ടങ്ങളിൽ കൂടി ദൈവരാജ്യത്തിൽ പ്രവേശിക്കേണ്ടതാകുന്നു. ഒരു ക്രിസ്ത്യാനിയായി കഷ്ടം സഹിക്കേണ്ടി വരുന്തോറും സന്തോഷിച്ചു കൊള്ളണം. കാരണം ഇത് കഴിഞ്ഞിട്ട് പിൻവരുന്ന ഒരു മഹത്വമുണ്ട്. ഇപ്പോൾ കഷ്ടതയാണ്, പിൻവരുന്ന. നമ്മളത് തന്നെയാണല്ലോ ഉത്തമഗീതത്തിൽ പഠിച്ചത്. ശൂന്യങ്കാരത്തിക്ക് ഇപ്പോൾ കഷ്ടമുണ്ട്, ഇപ്പോൾ കറുത്തായിരിക്കുന്നത്, വെയിലുമുണ്ട്, കറുത്ത് വല്ലാതെ, എന്നാൽ ഒരു മഹത്വം പിൻവരും. ശലോമോൻ വരുന്നുണ്ട്. പല്ലക്കിൽ നിന്നെ കൊണ്ടുപോകാൻ ആര് വരുന്നുണ്ട്? എനിക്ക് തന്നെ ഉറപ്പില്ല എന്നെ കൊണ്ടുപോകുന്നു, പക്ഷേ പല്ലക്കിൽ കൊണ്ടുപോകാനായിട്ട് ശലോമോൻ വരുന്നുണ്ട് എന്നുള്ള പ്രത്യാശ. ഇപ്പോഴുള്ള കഷ്ടവും ഈ ആടുമേച്ചിലും ഈ വെയിൽ കൊള്ളലും ഒക്കെ തീർന്നിട്ട്, അതുകൊണ്ടാണ് മരിക്കുമ്പോൾ ഇന്ന് കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവരിൽ നിന്നൊക്കെ വിശ്രമിച്ച് കർത്താവിൻ്റെ അടുക്കലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് നമുക്കും ഇങ്ങനെ ഒരു വീണ്ടെടുപ്പുണ്ട്, പിൻവരുന്ന ഒരു മഹത്വമുണ്ട് എന്നുള്ള കാര്യം ഓർക്കുക. ഇതാണ് അവർ ആരാഞ്ഞത്. മനസ്സിലായി? കഷ്ടതയിൽ കൂടി കടന്നുപോയപ്പോൾ, കഷ്ടതയിൽ കൂടി കടന്നു പോകുന്നവർ ദയവായിട്ടൊന്ന് ആരായുക. പിൻവരുന്ന, എന്താണ് ആരായേണ്ടത്? പിൻവരുന്ന മഹത്വം. യെസ്, ദീസ് പ്രോഫറ്റ്സ് വെയർ ഇൻ ട്രിബുലേഷൻ. അല്ലേ? യെഹെസ്കേൽ പ്രവാസത്തിൽ കഷ്ടത അനുഭവിക്കുകയാണ്. ഡാനിയേൽ കഷ്ടതയിലായിരുന്നു. യോഹന്നാൻ ദൈവവചന നിമിത്തം പത്മോസ് എന്ന ദ്വീപിൽ കഷ്ടതയിലായിരുന്നു. പക്ഷെ അവർ ദൈവത്തോട് ചോദിച്ചു, ഈ കഷ്ടത മാത്രമേ ഉള്ളൂ കർത്താവേ എന്ന്. അപ്പോൾ ദൈവം പറഞ്ഞു, അല്ല, ഒരു മഹത്വം പിന്നെ വരുന്നുണ്ട്, പിൻവരുന്ന മഹത്വം. അതുകൊണ്ട് നമുക്ക് പുറകെ വരുന്ന ഒരു മഹത്വമുണ്ട്. ആ മഹത്വം കിട്ടണമെങ്കിൽ ഇപ്പോൾ ഈ കഷ്ടതയിൽ കൂടി കടന്നു പോയെങ്കിലേ സാധിക്കുകയുള്ളൂ. ഈ കാര്യം ഈ 3 പ്രവാചകന്മാരും ഇങ്ങനെ ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ആ പുസ്തകങ്ങളിൽ കൂടി പോകുമ്പോൾ എന്ന് മുഖവുരയായി പൊതുവായിട്ട് ഈ പ്രവാചകൻ്റെ പുസ്തകത്തെക്കുറിച്ച് ഞാൻ നിങ്ങൾക്ക് മുന്നറിവ് നൽകുകയാണ്. നമുക്കിതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവചന പുസ്തകത്തെ, പ്രവാചകനെ ഒന്ന് സമീപിക്കാം. അപ്പോൾ ഏകദേശം പൊതുവായിട്ട് ചില കാര്യങ്ങൾ യെഹെസ്കേലിനെ കുറിച്ച് ഗ്രഹിക്കുവാനായിട്ട് കഴിഞ്ഞല്ലോ. ഇനി യെഹെസ്കേൽ ആരാണ്, എങ്ങനെയാണ് അദ്ദേഹം ഈ പ്രവചനം എഴുതുവാൻ ഇടയായതെന്നൊക്കെ ഉള്ളത് കുറേ കൂടി നിങ്ങൾ ചരിത്രത്തിൻ്റെയും അതുപോലെ തന്നെ പ്രവചന പുസ്തകത്തിൻ്റെയും പശ്ചാത്തലത്തിൽ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ, ഹി വാസ് എമംഗ് ദി ജൂസ് ടേക്കൺ ക്യാപ്റ്റീവ് ബൈ നെബുക്കഡ്നേസർ. നെബുക്കഡ്നേസർ എന്ന് പറയുന്ന രാജാവ് ബാബിലോണിൽ നിന്ന് 2 പ്രാവശ്യം യെരുശലേമിനെയും യഹൂദയെയും ആക്രമിക്കുന്നതിനായിട്ട് വന്നിട്ടുണ്ട്. 597 606 BC, ബിഫോർ ക്രൈസ്റ്റ്. BC 597 606 2 പ്രാവശ്യം ആക്രമിച്ചിട്ടുണ്ട്. ആദ്യം പ്രാവശ്യം ആക്രമിച്ചപ്പോൾ ഡാനിയേലിനെ കൊണ്ടുപോയി, 2ാം പ്രാവശ്യം ആക്രമിച്ചപ്പോൾ യെഹെസ്കേലിനെ കൊണ്ടുപോയി. 2 പേരെയും കൊണ്ടുപോയി. 2 പേരെയും നെബുക്കഡ്നേസർ തടവുകാരായിട്ട് പിടിച്ചുകൊണ്ട് പോയതാണ്. ആ കൂട്ടത്തിൽ നല്ല പയ്യനായിരുന്നുകൊണ്ട് ഡാനിയേലിനെ എങ്ങോട്ട് കൊണ്ടുപോയി? കൊട്ടാരത്തിലേക്ക് കൊണ്ടുപോയി. അതുകൊണ്ടാണ് അദ്ദേഹം കൊട്ടാരത്തിലെത്തിയത്. എന്നാൽ യെഹെസ്കേലിനെ കൊട്ടാരത്തിൽ കൊണ്ടുപോകാൻ കാരണം അദ്ദേഹം എവിടെയിരുന്നു? പ്രവാസികളുടെ കൂട്ടത്തിൽ, അവരുടെ കൂടെ തന്നെ ആ നദീതീരത്ത് ഷെഡടിച്ചൊക്കെ താമസിക്കുകയായിരുന്നിരിക്കാം. അപ്പോൾ രാജ കൊട്ടാരത്തിലാണെങ്കിലും നിനക്ക് ദർശനം കാണാം, നദീതീരത്ത് ടെൻറ്റിലാണെങ്കിലും ദൈവത്തെ കാണാം. അപ്പോൾ രാജകൊട്ടാര സ്വപ്നം കണ്ടോണ്ടൊന്നും ഇരിക്കണ്ട. സ്വപ്നം കാണേണ്ടത് ദൈവത്തെയാണ്. ദൈവത്തെ നോക്കിക്കൊണ്ടിരുന്നാൽ വെറെവർ യു ആർ, ഗോഡ് ഈസ് ഏബിൾ ടു ഗിവ് യു റെവലേഷൻസ്. ദൈവിക ദർശനങ്ങൾ ഒരേപോലെ രാജകൊട്ടാരത്തിലും പ്രവാസികളുടെ നടുവിലും നദീതീരത്തും വെളിമ്പ്രദേശത്തും എല്ലാം തരാൻ ദൈവം മതിയായവനാണ്. നമ്മുടെ ഇസ്ഹാക്കിനെ കുറിച്ച് വായിക്കുന്നത് വെളിമ്പ്രദേശത്ത് ധ്യാനിക്കാൻ പോയെന്നാണ്. അതുകൊണ്ട് നമുക്ക് ഏത് സ്ഥലത്തും വെളിപ്പാടുകൾ നൽകുവാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. സാഹചര്യങ്ങളുടെ നടുവിൽ ആ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നമ്മൾ നോക്കണം എന്ന് മാത്രം. അതുകൊണ്ട് ഇങ്ങനെ പ്രവാസത്തിൽ പ്രവചിച്ച പ്രവാചകനാണ് യെഹെസ്കേൽ, ഡാനിയേൽ എന്നുള്ള കാര്യം വളരെ ക്ലിയറായിട്ട് ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. മുമ്പോട്ട് പോയാൽ 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. 1-ാം അധ്യായത്തിൻ്റെ 3-ാം വാക്യം. കൽദയ ദേശത്ത് കേബാർ നദീതീരത്ത് വെച്ച്
ബൂസിയുടെ മകൻ യഹസ്കേൽ പുരോഹിതന് യഹോവയുടെ അരുളപ്പാടുണ്ടായി. വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. യഹസ്കേൽ പ്രവാചകൻ ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ഇദ്ദേഹം പ്രവാചകനാണെന്ന് എല്ലാവരും അങ്ങ് ധരിച്ചു വെച്ചേക്കാണ്. പക്ഷെ ഇപ്പോൾ വായിച്ച വാക്യത്തിൽ പറഞ്ഞത് ഹി വാസ് എ പ്രീസ്റ്റ് ടേൺഡ് പ്രോഫറ്റ്. ആരായിരുന്നു യഹസ്കേൽ? ഒന്നുകൂടെ വാക്യം ശ്രദ്ധിച്ചു വായിച്ചേ. കൽദായ ദേശത്ത് കെബാർ നദി തീരത്ത് വെച്ച് ബൂസിയുടെ മകൻ യഹസ്കേൽ പുരോഹിതൻ. സോ ബൈ ബർത്ത് ആൻഡ് പ്രൊഫഷൻ, ജന്മം കൊണ്ടും തൊഴിലും കൊണ്ടും അദ്ദേഹം ഒരു പുരോഹിതനായിരുന്നു. പക്ഷെ ഇപ്പോൾ പണിയില്ല. ഇപ്പം എന്താ പണിയില്ലാത്തത്? ഇപ്പം പണിയില്ല എന്ന് പറഞ്ഞത് ആർക്കും മനസ്സിലായി. ഇപ്പം എന്താ പണിയില്ലാത്തത്? പ്രവാസത്തിൽ പിടിച്ചോണ്ട് പോയി. ഓക്കെ, നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി ഒരു പ്രാവശ്യമെങ്കിലും. യെസ്, ഇപ്പോൾ പിടിച്ചോണ്ട് പ്രവാസത്തിൽ പോയിരിക്കുന്നു. അവിടെ ദേവാലയമില്ല, അവിടെ ശുശ്രൂഷയില്ല, അവിടെ കരിന്തിരി വെട്ടാനില്ല, യാഗം കഴിക്കാനില്ല, എണ്ണ ഒഴിക്കാനില്ല, അപ്പം മാറ്റാനില്ല. അപ്പം പുരോഹിതന് പണിയില്ലാതിരിക്കുകയാണ് എന്ന് നമുക്ക് തോന്നും. പക്ഷേ ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ആത്മാവ് ദൈവത്തോട് കേണ് കാണും. ഞാൻ ഇങ്ങനെ നിനക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടവനായിട്ട് എന്താ കർത്താവെ ഇങ്ങനെ പണിയില്ലാതെ എന്നെ ഇവിടെ കൊണ്ട് വെച്ചേക്കുന്നതെന്ന്. അപ്പോൾ ദൈവം ഒരു പണി കൊടുത്തു. മനസ്സിലായോ? അപ്പോൾ ദൈവം എന്ത് കൊടുത്തു? ദൈവിക ദർശനങ്ങളെ ദൈവം അവനോട് ഇടപെട്ടു. അപ്പോൾ നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ ഹൃദയം, എൻ്റെ ഉള്ളം നിന്നോട് പറ്റിയിരിക്കുന്നു, ഞാൻ നിനക്കായി ദാഹിക്കുന്നു. അങ്ങനെ ദൈവത്തോട് മാൻ നീർത്തോടിനായി ദാഹിക്കുന്നത് പോലെ എൻ്റെ ഉള്ളം നിനക്കായി ദാഹിക്കുന്നു. വെള്ളമില്ലാതെ ഉണങ്ങി വരേണ്ട ദേശത്തും ഞാൻ നിനക്കായി ആഗ്രഹിക്കുന്നു. അങ്ങനെ പ്രവാചകൻ ആയത് ഈ പുരോഹിതനാണ്. അദ്ദേഹം ഒറിജിനലി ആരായിരുന്നു? ഒരു പുരോഹിതനായിരുന്നു. എന്നാൽ പിന്നീട് അദ്ദേഹം ഒരു പ്രവാചകനായിട്ട് മാറി. പ്രവചന ദൗത്യം തുടങ്ങിയപ്പോൾ എത്ര വയസ്സുണ്ടായിരുന്നു? ഒന്നാം വാക്യം 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി ഞാൻ കെബാർ നദീ തീരത്ത് പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്നു, ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. തുടങ്ങിയത് തന്നെ 30-ാം ആണ്ടെന്ന് പറഞ്ഞിട്ടാണ്. എന്തിൻ്റെ 30-ാം ആണ്ട്? അത് നമ്മൾക്കൊരു വിഷയമല്ല. 30-ാം ആണ്ട് 4-ാം മാസം 5-ാം തീയതി. അതിൻ്റെ അർത്ഥം അദ്ദേഹത്തിന് 30 വയസ്സായിരുന്നെന്നാണ്. എൻ്റെ 30-ാം ആണ്ട് ഞാൻ ജനിച്ച് അറ്റ് ദി ഏജ് ഓഫ് 30 എന്നാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. ഈ സങ്കടത്തിൽ പണിയില്ലാതെ പ്രവാസത്തിലേക്ക് പോയത് എത്രാമത്തെ വയസ്സിലാണ്? തൻ്റെ ജീവിതത്തിൻ്റെ ഡേറ്റ് ഇട്ടാണ് പ്രവചിക്കുന്നത്. അല്ലാതെ പ്രവാസത്തിൽ പോയിട്ട് 30 കൊല്ലം ആയതും അല്ലെങ്കിൽ ഈ വേറെ എന്തെങ്കിലും സംഭവങ്ങൾ നടന്നതിൻ്റെ 30 അല്ല. ഇവിടെ പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത് തൻ്റെ ബയോഗ്രഫിയാണ്, തൻ്റെ ജീവചരിത്രമാണ്. ഏതാണ്ട് 30 വയസ്സായപ്പോഴാണ് എന്നെ ഈ ഒരു ദൗത്യത്തിലേക്ക് ദൈവം വിളിച്ചത്. അവിടെ വെച്ച് ഒരു പർട്ടിക്കുലർ ഡേറ്റ് ദൈവത്തിൻ്റെ ദർശനം എനിക്ക് കിട്ടി എന്ന് അദ്ദേഹം പറയുകയാണ്. 2-ാം വാക്യം നമുക്ക് വായിക്കാം. യഹോയാക്കിൻ രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം. ഇപ്പോൾ നിങ്ങളുടെ ഒരു സംശയം തീർന്നു കാണും. പ്രവാസത്തിൽ പോയിട്ട് 30 കൊല്ലം ആയിട്ടില്ല. എത്ര കൊല്ലം ആയിട്ടുള്ളൂ? 5. ചിലരെങ്കിലും കണ്ടുപിടിച്ചു, ചിലർ ശ്രദ്ധിച്ചില്ല. ഒന്നുകൂടെ വായിച്ച 2-ാം വാക്യം. യഹോയാക്കിം രാജാവിൻ്റെ പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ. പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ മേൽപ്പറഞ്ഞ മാസം മതി. പ്രവാസത്തിൻ്റെ 5-ാം ആണ്ടിൽ, പ്രവാചകൻ്റെ 30-ാം ആണ്ടിൽ. പിടികിട്ടിയല്ലോ. പ്രവാസത്തിലേക്ക് പോയിട്ട് ഇപ്പോൾ എത്ര ആണ്ടേ ആയിട്ടുള്ളൂ? 5 വർഷമേ ഉള്ളൂ. എന്നാൽ പ്രവാചകന് 30 വയസ്സും ആയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അങ്ങനെയാണ് യെരുശലേം അധപ്പതിക്കും ഇതുപോലെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നുള്ളത് അദ്ദേഹം നേരത്തെ തന്നെ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. കാരണം നേരത്തെയും അദ്ദേഹം ദൈവത്തോട് അടുപ്പമുള്ള ആളായിരുന്നു. അങ്ങനെ യെരുശലേമിന് വന്ന പതനത്തെക്കുറിച്ചുള്ള അദ്ദേഹത്തിൻ്റെ ദർശനമാണ് ആദ്യത്തെ 24 അധ്യായത്തിൽ കിടക്കുന്നത്. ഇപ്പോൾ നമുക്ക് അങ്ങോട്ട് പോകുന്നില്ല, ഞാൻ സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. ഈ ഒരു ഏജിൽ, ഈ ഒരു ടൈമിൽ അവൻ കെബാർ നദീതീരത്തിടുന്ന് ദൈവത്തോട് നിലവിളിച്ചപ്പോൾ യെരുശലേമിൻ്റെ പതനത്തിൻ്റെ ഡീറ്റെയിൽസ് ഇനിയും എന്തൊക്കെ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള കാര്യങ്ങളെല്ലാം ദൈവം വെളിപ്പെടുത്തി കൊടുത്തു. അതാണ് ആദ്യത്തെ 24 അധ്യായത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. നമ്മൾ പുസ്തകത്തിലേക്ക് പ്രവേശിക്കാൻ പോകുന്നേ ഉള്ളൂ. ഒരു മുഖവുര പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. എഹ്സക്കിയേൽ അല്ലെങ്കിൽ യഹസ്കേൽ എന്ന പദത്തിൻ്റെ അർത്ഥം ദൈവം ശക്തീകരിക്കും, ഗോഡ് സ്ട്രെങ്തൻസ് എന്നാണ്. യഹസ്കേൽ എന്ന പേരിൻ്റെ യഹൂദന്മാരെ ഇസ്രായേൽ മക്കൾ പേരിടുമ്പോൾ പേരിനൊക്കെ മിക്കവാറും അർത്ഥം കാണും. വെറുതെ ഒരു പേരിടുകയല്ല. ഷേക്സ്പിയർ ചോദിച്ചതുപോലെ ഒരു പേരിൽ എന്തിരിക്കുന്നു? എ റോസ് ഈസ് എ റോസ് ബൈ വാട്ട് എവർ നെയിം യു കോൾ. നിങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും റോസയാണെന്ന് ഷേക്സ്പിയർ പറഞ്ഞതുപോലെയല്ല, വേദപുസ്തകത്തിൽ പേരുകൾക്ക് അർത്ഥമുണ്ട്. അതുകൊണ്ടാണ് ദൈവം പലരോടും എന്ത് ചോദിച്ചു?
നിൻ്റെ പേരെന്താണെന്ന് ചോദിച്ചു. പേര് സമ്മതിച്ചവരുടെയൊക്കെ പേര് മാറ്റി കൊടുത്തു. പേര് സമ്മതിക്കാത്തവരുടെ ഒന്നും പേര് മാറ്റിയിട്ടില്ല. ദൈവം നിങ്ങളോട് ചിലപ്പോൾ ചോദിക്കുന്നുണ്ടായിരിക്കും പേരെന്താണെന്ന്. അപ്പോൾ നമ്മൾ നല്ല മനോഹരമായിട്ട് വർക്കി, ചാക്കോ, മത്തായി അതല്ല ദൈവം ചോദിച്ചത്. നീ ഉപായി ആണോ, മദ്യപാനിയാണോ, അല്ല കൂട്ടുകാർ വിളിക്കുന്നൊരു പേരുണ്ടല്ലോ, അതങ്ങ് സമ്മതിച്ചാൽ മതി, കർത്താവ് അതാണ് ഞാനെന്ന്. അപ്പോൾ കർത്താവ് പറയും, ആ ശരി അതാണല്ലേ, എന്നാൽ ഞാൻ നിൻ്റെ പേര് മാറ്റി നിനക്കൊരു പുതിയ പേര്, ഒരു ഓമന പേര് നിനക്ക് തരാമെന്ന് പറയും. അതുകൊണ്ട് നമുക്ക് ഓമന പേരിട്ട്, പുതിയ പേരിട്ട് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്ന ദൈവം. ഇദ്ദേഹത്തിൻ്റെ പേരിൻ്റെ അർത്ഥം എന്താണെന്ന് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞത്, ഗോഡ് സ്ട്രെങ്തൻസ്, ശക്തീകരിക്കുന്ന ദൈവം. ദൈവം നിന്നെ ശക്തീകരിക്കും. ഈ പ്രതിസന്ധികളുടെ നടുവിൽ, ഈ കഷ്ടതയുടെ നടുവിൽ, ഈ പ്രവാസത്തിൻ്റെ നടുവിൽ, നീ രാജകൊട്ടാരത്തിലേക്ക് പോയിട്ടില്ലെങ്കിലും നിന്നെ ശക്തീകരിക്കുന്ന ഒരു ദൈവം. അതാണ് പേരിൻ്റെ അർത്ഥം. പ്രധാനപ്പെട്ട ചിന്ത, എല്ലാ പുസ്തകത്തിലെയും പ്രധാനപ്പെട്ട ചിന്ത നമ്മൾ പരിശോധിക്കാറുണ്ട്. ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത എന്താണ്? 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. 6-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യം. നിഹിതന്മാർ നിങ്ങളുടെ നടുവിൽ വീഴും, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇതാണ് ഈ പുസ്തകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത. എന്താണ് ഏറ്റവും പ്രധാനപ്പെട്ട ചിന്ത? ഞാൻ യഹോവ എന്ന് they shall know that I am the Lord. നിങ്ങളറിയുമെന്ന് മലയാളത്തിൽ പറഞ്ഞപ്പോൾ അതിനൊരു ഫോക്കസ് ഇച്ചിരി മാറി. they shall know എന്ന് പറഞ്ഞാൽ ഈ പ്രവാസത്തിലേക്ക് നിങ്ങളെ പിടിച്ചുകൊണ്ട് പോയവരും മറ്റാളുകളും ഒക്കെ ഒരു കാര്യം അറിയും. എന്തറിയും? ഞാൻ യഹോവ. ഇത് ഈ പുസ്തകത്തിൽ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയുമോ? ഈ പുസ്തകത്തിന് എത്ര അധ്യായമുണ്ട്? വായിച്ചവരോ ആരെങ്കിലും ഉണ്ടോ എന്ന് അറിയാൻ. എത്ര അധ്യായമുണ്ട്? 48. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും എന്ന് 70 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. 70 17 അല്ല 70 പ്രാവശ്യം. അതുകൊണ്ടാണ് ഇത് മെയിൻ തോട്ടാകുന്നത്. ഞാനൊന്ന് വായിപ്പിക്കാൻ പോവാണ് കേട്ടോ. 70 എണ്ണം വായിപ്പിക്കുകയല്ല, പേടിക്കണ്ട. കുറച്ചെണ്ണം അങ്ങനെ ഉണ്ടെന്ന് അറിയാൻ ഒരു സാമ്പിൾ റീഡിംഗ് എങ്കിലും നടത്തിയില്ലെങ്കിൽ നിങ്ങൾ വിചാരിക്കും സാറ് നുണ പറഞ്ഞതാണെന്ന്. അതുകൊണ്ട് നമുക്കൊരു സാമ്പിൾ റീഡിംഗ്, ബാക്കി ഹോംവർക്ക് നമുക്ക് വായിക്കാം. 6-ന്റെ 7 ഇപ്പോൾ വായിച്ചല്ലോ. 6-ന്റെ 10. ഞാൻ യഹോവ എന്ന് അവർ അറിയും. കണ്ടോ? ഞാൻ യഹോവ എന്ന് അവർ അറിയും. 13. 6:13. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. വായിച്ചേട്ടാ, ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഇനിയിപ്പോൾ ഞാൻ വാക്യം പറയുമ്പോൾ നിങ്ങൾ ചുമ്മാ അങ്ങ് പറഞ്ഞാൽ മതി. 14-ാം വാക്യം. 14-ാം വാക്യം. ഞാൻ യഹോവ എന്ന് അവർ അറിയും. അവർ അറിയും. കണ്ടോ? അവർ അറിയും, നിങ്ങൾ അറിയും. മലയാളത്തിലേ ഉള്ളൂ, ഇംഗ്ലീഷിൽ ദേശാലനോ എന്നാണ് എല്ലാം. 7-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യം. 7-ന്റെ 4. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. 9-ാം വാക്യം. യഹോവയായ ഞാനാകുന്നു ദണ്ഡിപ്പിക്കുന്നത്. യഹോവയാകുന്ന ഞാൻ ആണ് എന്ന് നിങ്ങൾ അറിയും. ഐ ആം ദ ലോർഡ് എന്ന് നിങ്ങൾ അറിയും. 27. രാജാവ് ദുഃഖിക്കും, പ്രഭു സ്തംഭനം ധരിക്കും, ദേശത്തെ ജനത്തിൻ്റെ കൈകൾ വിറയ്ക്കും. ഞാൻ അവരുടെ നടപ്പിനെ തക്കവണ്ണം അവരോട് പകരം ചെയ്യും, അവർക്ക് ന്യായമായതുപോലെ അവർ വിധിക്കും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. ഞാൻ യഹോവ എന്ന് അവർ അറിയും. 11:10. നിങ്ങൾ കൺവിൻസ്ഡ് ആയെങ്കിൽ മതി സാറേ എന്ന് പറഞ്ഞാൽ മതി. 11:10. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. 12:16. 12:16. ഞാൻ യഹോവ എന്ന് അവർ അറിയും. അപ്പോൾ ഇത് നിർത്തായിരിക്കും അല്ലേ? അങ്ങനെ ഇറ്റ് ഗോസ് ഓൺ. ഒരധ്യായത്തിൽ 1-2 പ്രാവശ്യമെങ്കിലും നിങ്ങൾ എന്ത് കാണും? ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. 70 പ്രാവശ്യം. ഈ 48 അധ്യായത്തിൽ 70 പ്രാവശ്യമാണ് ഈ പ്രയോഗം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. അതുകൊണ്ട് അതല്ലാതെ മറ്റൊന്നല്ല ഈ പുസ്തകത്തിൻ്റെ സുപ്രധാന ചിന്ത. എന്താണ്? ദേ ഷാൽ നോ ദാറ്റ് ഐ ആം ലോർഡ്. ഞാൻ ദൈവമാണെന്ന്, ഞാൻ യഹോവയാണെന്ന് അവർ അറിയും, നിങ്ങളറിയും. നാം എല്ലാവരും ദൈവമാണെന്നുള്ളത് അറിയുവാൻ ഇടയായിത്തീരും. ഒരു കാര്യം കൂടെ ഓർത്തോണം. അതായത് ഈ പ്രവചനമെന്ന് പറയുന്നത് ഞാൻ നേരത്തെ ഇക്വേറ്റ് ചെയ്തത് വെളിപ്പാട് പുസ്തകത്തോടാണ്. അപ്പോൾ ദൈവത്തിൻ്റെ രാജ്യം ശക്തിയോടെ വെളിപ്പെടുമ്പോഴെങ്കിലും ആളുകൾ എന്തറിയും? ദൈവമാണെന്ന്. ഇപ്പോൾ അറിഞ്ഞില്ലെങ്കിൽ അന്നെങ്കിലും അവർക്ക് അറിയാൻ ഇടയാകും. ആ തരത്തിൽ ദൈവം ചരിത്രത്തിൽ ഇടപെടും എന്നുള്ള കാര്യമാണ്. ദൈവരാജ്യം ശക്തിയോടെ വെളിപ്പെടുമ്പോഴെങ്കിലും ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു, ഇതിൽ ഞങ്ങൾ കടക്കേണ്ടതായിരുന്നു എന്നവർ അറിയാൻ ഇടയായിത്തീരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ അത്രയൊന്നും കാത്തിരിക്കേണ്ട കാര്യമില്ല. ഇപ്പോൾ തന്നെ അവൻ നമ്മുടെ ദൈവമാണെന്ന് അറിയുന്നത് വലിയൊരു ഭാഗ്യമല്ലേ? വി ആർ ഗിവൺ ദ ബ്ലെസ്സിങ്, ദ ഗ്രേസ് ടു നോ ദാറ്റ് ഹീ ഈസ് അവർ ലോർഡ്. സങ്കീർത്തനം 16 വായിക്കുന്ന പോലെ പല കർത്താക്കന്മാർ ഞങ്ങളെ നടത്തിയിട്ടുണ്ട്, എന്നാൽ നീ ഒഴികെ ഞങ്ങൾക്ക്
ഒരു കർത്താവുമില്ല, ഒരു നന്മയുമില്ല, നീയാണ് ഞങ്ങളുടെ കർത്താവ് എന്ന് പറയത്തക്ക തരത്തിൽ ഈ ദൈവത്തെ തിരിച്ചറിയാൻ ദൈവം നമ്മുടെ ഹൃദയദൃഷ്ടികളെ പ്രകാശിപ്പിച്ചതോർത്ത് ദൈവത്തിന് സ്തോത്രം. നമുക്ക് മുമ്പോട്ട് പോകാം. പുസ്തകത്തിൻ്റെ വിഭജനം, സ്ട്രക്ചർ ഓഫ് ദ ബുക്ക്. ഈ പുസ്തകം പഠിക്കാനായിട്ട് നമുക്ക് എങ്ങനെ തിരിക്കാം? 5 പ്രധാനപ്പെട്ട ഭാഗങ്ങളായിട്ട് ഈ പുസ്തകത്തെ തിരിക്കാം. യെഹെസ്കേൽ പ്രവചനം 48 അധ്യായങ്ങൾ 5 വ്യത്യസ്ത ഭാഗങ്ങളായിട്ട് പഠന സൗകര്യത്തിനായിട്ട് പുസ്തകത്തെ തിരിക്കാം. 1-ാം ഭാഗം 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ. 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ. ഈ ഭാഗത്ത് ദ കോൾ ആൻഡ് കമ്മീഷൻ ഓഫ് എസക്കിയേൽ, പ്രവാചകനെ ദൈവം വിളിച്ച് ദൗത്യം ഏൽപ്പിക്കുന്നു. ഇത് യിരെമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ 1-ാം അധ്യായത്തിൽ കണ്ടായിരുന്നു. അദ്ദേഹത്തെ വിളിച്ച് ദൗത്യം ഏൽപ്പിച്ചു. സെയിം തിങ്. അതുപോലെ തന്നെ യെഹെസ്കേലിനെ കേബാർ നദീതീരത്തിരിക്കുമ്പോൾ ദൈവം വിളിച്ച് വേർതിരിച്ച് തൻ്റെ ദൗത്യം അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. വിശദാംശങ്ങൾ നമുക്ക് പുറകെ നോക്കാം. ആദ്യം ഈ ഡിവിഷൻ ഒന്ന് പഠിച്ചിട്ട് വിശദാംശങ്ങൾ നോക്കാം. ആദ്യത്തെ 3 അധ്യായത്തിൽ പ്രവാചകനെ ദൈവം വിളിച്ച് ദൗത്യം നിയോഗിച്ച് ദൗത്യം ഏൽപ്പിച്ച് വിടുന്ന കാര്യമാണ് കാണുന്നത്. 4-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരെയാണ് 2ാമത്തെ യൂണിറ്റ്. 4-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരെ. ഞാൻ ഓൾറെഡി ഇതിനു മുമ്പ് തന്നെ ആമുഖ ഭാഗത്ത് പറഞ്ഞിരുന്നു. ആദ്യത്തെ 24 അധ്യായത്തിൽ യെരുശലേമിൻ്റെ പതനം അല്ലെങ്കിൽ ദ ജഡ്ജ്മെൻറ്റ് ദാറ്റ് കംസ് ഓൺ ജെറൂസലേം ഈസ് ദ ടോപ്പിക്. യെരുശലേമിൻ്റെ മേൽ ഇറങ്ങി വരുന്ന ദൈവത്തിൻ്റെ ന്യായവിധിയാണ് വിഷയം. 24 അധ്യായങ്ങളിൽ 4-ാം അധ്യായം മുതൽ 24-ാം അധ്യായം വരെ. അതിനെ തന്നെ വേണമെങ്കിൽ 3 ഭാഗങ്ങളായിട്ട് തിരിക്കാം കേട്ടോ. നിങ്ങൾ തിരിച്ചു പോവുകയാണെങ്കിൽ എളുപ്പമുണ്ട്. അത് വലിയ യൂണിറ്റ് ആയതുകൊണ്ട് 4 മുതൽ 24 എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എ ലെങ്തി അല്ലേ, വളരെ നീണ്ട ഒരു ഭാഗമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് അതിനെ നമുക്ക് ഒന്നുകൂടെ സബ് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ 4 മുതൽ 7 വരെയുള്ള അധ്യായത്തിനകത്ത് ന്യായവിധി വരുന്നു എന്നുള്ള പ്രവചനമാണ്, പ്രോഫസീസ് ഓഫ് ജഡ്ജ്മെൻറ്റ്. 8 to 11, 8 മുതൽ 11 വരെയുള്ള അധ്യായങ്ങളിൽ റീസൺസ് ഫോർ ജഡ്ജ്മെൻറ്റ്, ന്യായവിധി വരുന്നുണ്ട് ബട്ട് വൈ എന്നാരെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ദൈവത്തിന് അതിന് മതിയായ കാരണങ്ങൾ കാണിക്കാനുണ്ട്. ആ കാരണങ്ങളാണ് 8-ാം അധ്യായം മുതൽ 11-ാം അധ്യായം വരെ. 12 മുതൽ 24 വരെ സിംബിൾസ് ആൻഡ് മെസ്സേജസ് ഓഫ് ജഡ്ജ്മെൻറ്റ്, ന്യായവിധി പ്രതീകാത്മകമായ രീതിയിൽ ദൈവം വെളിപ്പെടുത്തുക ചെയ്യുന്നു. അതിനിടയ്ക്ക് ദൈവം സന്ദേശങ്ങൾ നൽകുക. പ്രതീകങ്ങളിൽ കൂടി സന്ദേശം നൽകുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പറഞ്ഞ് ശ്രദ്ധിക്കണേ. പ്രതീകങ്ങളിൽ കൂടി സന്ദേശം, ഒരു കോഡ് ലാംഗ്വേജ്, ഒരു സൈൻ ലാംഗ്വേജ്. ഇത് വെളിപ്പാട് പുസ്തകത്തിലും കാണാം. വെളിപ്പാട് പുസ്തകത്തിലും ഡാനിയേൽ പ്രവചനത്തിലും എല്ലാം ദൈവം ഉപയോഗിച്ചിരിക്കുന്ന, അല്ലെങ്കിൽ ഭാവി പിൻവരുന്ന മഹിമയെക്കുറിച്ച് പറയുന്ന എല്ലാ പ്രവചനത്തിലും ദൈവം ഉപയോഗിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ലാംഗ്വേജ് എന്ന് പറയുന്നത് സൈൻ ലാംഗ്വേജ്, കോഡ് ലാംഗ്വേജ്, സിംബൽസ്. എന്താ അതിൻ്റെ കാരണമെന്ന് ചോദിച്ചാൽ ഇറ്റ് വിൽ നോട്ട് ബി വീക്കൻഡ് ബൈ ടൈം. ഭാഷയുടെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാമോ എന്ന് എനിക്കറിയാൻ പാടില്ല. ഭാഷ വളരുന്നൊരു സാധനമാണ്. ഭാഷയിലെ പല പദങ്ങളും ഭാഷയിലെ പല പ്രയോഗങ്ങളും കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. നിങ്ങൾ ലിംഗ്വിസ്റ്റിക്സ് പഠിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാകും. ഭാഷാശാസ്ത്രം പഠിക്കുകയാണെങ്കിൽ. അല്ല, ഇപ്പം ബൈബിൾ തന്നെ നിങ്ങൾ എടുത്താൽ, ഞാൻ ബൈബിളിൽ നിന്ന് മനസ്സിലാകുന്ന എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ബൈബിൾ തന്നെ നിങ്ങൾ എടുത്തു നോക്കുകയാണെങ്കിൽ ആദ്യത്തെ ഇതിലൊക്കെ അവൻ പുരുഷാരത്തെ കണ്ടാറേ. ഇപ്പം കണ്ടാറയൊക്കെ മാറ്റി. ഇപ്പം എങ്ങനെയാക്കി? കണ്ടപ്പോൾ എന്നാക്കി. അതെന്താ മാറ്റിയത്? ബിക്കോസ് ലാംഗ്വേജ് ഈസ് ചേഞ്ചിങ്. ലാംഗ്വേജ് കാലം മാറുന്നതനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ലാംഗ്വേജ് വളർന്നുകൊണ്ടിരിക്കും. ലാംഗ്വേജ് പലപ്പോഴും പദങ്ങൾ മറ്റ് ഭാഷകളിൽ നിന്ന് സ്വീകരിച്ചുകൊണ്ടിരിക്കും. ബെഞ്ച് എന്നുള്ളതിൻ്റെ മലയാളം, സ്വിച്ച് എന്നുള്ളതിൻ്റെ മലയാളം. അപ്പോൾ ഞാൻ പലതും ചോദിച്ചാൽ നിങ്ങൾക്ക് മലയാളം ഉണ്ടാവുകയില്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്തു? നമ്മളിതിനെയൊക്കെ മലയാളവൽക്കരിച്ച് കളഞ്ഞു. അപ്പം മലയാളത്തിലും സ്വിച്ചുണ്ട്, മലയാളത്തിലും ബെഞ്ചുണ്ട് അല്ലേ? അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഭാഷ ഇങ്ങനെ വാക്കുകളെ ആവഹിക്കുകയും അതിനെ വ്യത്യാസപ്പെടുത്തുകയും വളരുകയും മാറുകയും ഒക്കെ ചെയ്യും. പക്ഷേ സൈൻ ലാംഗ്വേജ് റിമെയിൻസ് ദ സെയിം. കോഡ് ലാംഗ്വേജ്, ദൈവം ഉപയോഗിക്കുന്ന കോഡ് ലാംഗ്വേജ് എന്ന് പറയുന്നത് അൺചേഞ്ചിങ് ആണ്. ഒരു സീക്രട്ട് ലാംഗ്വേജാണ്. ഒരു കാമുകനും കാമുകിയും തമ്മിൽ കോഡ് ലാംഗ്വേജിൽ കൂടി സംസാരിക്കുന്നത് പോലെ അവർക്ക് ആ കോഡ് കാണുമ്പം കാര്യം മനസ്സിലാവും.
പദങ്ങളൊന്നും പറയേണ്ടതായിട്ടില്ല എന്ന് പറഞ്ഞതുപോലെ കർത്താവിന് തൻ്റെ പ്രിയപ്പെട്ട ജനത്തോട് സംസാരിക്കാനുള്ളത് ഏത് ലാംഗ്വേജിലാണ്? ഒരു കോഡ്, ഒരു സിംബോളിക്, ഒരു സൈൻ ലാംഗ്വേജിൽ കൂടിയാണ്. അതുകൊണ്ട് ദാനിയേലിൽ സൈനുണ്ട്, യെഹെസ്കേലിൽ സൈൻ സിംബോളിക്കുണ്ട്, വെളിപ്പാട് പുസ്തകത്തിലും. അപ്പോൾ ഇത് 3 പുസ്തകം ഒരുമിച്ച് മേശപ്പുറത്ത് വെച്ച് പഠിക്കുമെന്ന് ഞാൻ വിചാരിക്കുക കേട്ടോ. ഇത് 3 വെച്ച് പഠിച്ചു നോക്കിയാൽ ഇതെല്ലാം ഇതിനകത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ വിഷയത്തിൽ നിന്ന് ഇച്ചിരി പോയെന്ന് തോന്നുന്നു. നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ പറഞ്ഞത് 4 മുതൽ 24 വരെയുള്ള അധ്യായത്തിൽ എന്താണ് കാണുന്നത്? യെരുശലേമിൻ്റെ മേൽ ഇറങ്ങി വരുന്ന ന്യായവിധി, ജഡ്ജ്മെൻറ്റ്. അതിനെ നമ്മൾ 3 സബ് ഡിവിഷൻസായിട്ട് തിരിച്ചു. 4 മുതൽ 7 വരെ ന്യായവിധി വരുന്നെന്നുള്ള പ്രവചനം, 8 മുതൽ 11 വരെ അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്, റീസൺസ് ഫോർ ജഡ്ജ്മെൻറ്റ്, 12 to 24 സിംബൽസ് ആൻഡ് മെസ്സേജസ് ഓർ മെസ്സേജ് ത്രൂ ദ സിംബൽ എന്ന് വേണമെങ്കിൽ പറയാം. ന്യായവിധിയുടെ സന്ദേശം പ്രതീകങ്ങളിൽ കൂടി. ഞാൻ ഈ പ്രതീകങ്ങൾ എന്തൊക്കെയാണ് ദൈവം പറഞ്ഞതെന്നുള്ളത് പുറകെ ഞാൻ നേരത്തെ പറഞ്ഞ എക്സ്പ്ലനേഷൻ തരാം. അതുകൊണ്ട് പ്രതീകങ്ങൾ കൊടുത്തിട്ട് ചിലപ്പോൾ അദ്ദേഹത്തോട് പറയും ഇടതുവശം ചരിഞ്ഞ് കിടക്കുക. ഇനി വായിച്ചു നോക്കണം നിങ്ങൾ വീട്ടിൽ പോയിട്ട്. അതിന് ഇടതുവശം ചരിഞ്ഞ് കിടന്ന് ഞാൻ വലതുവശം ചരിഞ്ഞാൽ പോരെ എന്ന് പ്രവാചകൻ ചോദിക്കുന്നില്ല. ചിലപ്പോൾ പറയും ഒരു ഇഷ്ടിക എടുക്കുക, അതിൻ്റെ മേൽ യെരുശലേം, ആരും വായിച്ചിട്ടില്ലെന്ന് എനിക്ക് മനസ്സിലായി, യെരുശലേം വരയ്ക്കുക അല്ലെങ്കിൽ എഴുതുക എന്ന് പറയും. അപ്പോൾ എന്തിനാ ഇഷ്ടിക പേപ്പർ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ എടുത്തേനേയും ഇത് ഇഷ്ടിക എടുത്തിട്ട് അതിൽ വരയ്ക്കാനും എഴുതാനും ഒക്കെ പറഞ്ഞു. സോ തിങ്സ് ലൈക്ക് ദാറ്റ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. അപ്പോൾ അതുപോലത്തെ ഇനിയെങ്കിലും ഒന്ന് വായിക്കട്ടോ. അപ്പോൾ അതിന് അങ്ങനെ കുറേ സിംബൽസും അതിൽ കൂടിയുള്ള ചില സന്ദേശങ്ങളും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. തേർഡ് പാർട്ട്, 3-ാമത്തെ ഭാഗം എന്ന് പറയുന്നത് 25 മുതൽ 32 വരെ. 25 മുതൽ 32 വരെ ഈ ഭാഗത്ത് വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, യഹൂദയെയും യെരുശലേമിനെയും നശിപ്പിച്ച ശത്രുക്കളുടെ മേൽ ദൈവം അയക്കുന്ന ന്യായവിധി. യെരുശലേമിനെയും യഹൂദയെയും ദൈവം ന്യായം വിധിച്ചെന്നുള്ള ശരിയാ. പക്ഷെ അതിന് ചില ആളുകൾ അത് മുതലെടുത്തു. അതിന് ചുറ്റുവട്ടത്തുള്ള ചില രാജ്യങ്ങൾ മുതലെടുത്തു. അവർക്ക് ന്യായവിധിയുണ്ട്. അപ്പം യഹൂദയുടെയും യെരുശലേമിൻ്റെയും ശത്രുക്കളുടെ മേൽ ദൈവം അയക്കുന്ന ന്യായവിധി ആണ് 25 മുതൽ 32 വരെയുള്ള അധ്യായങ്ങൾ. 33 മുതൽ 39 വരെയുള്ള അധ്യായങ്ങളാണ് 4-ാം ഭാഗം. ഈ ഭാഗത്ത് 33 മുതൽ 39 വരെയുള്ളത് 4-ാം ഭാഗം. ഈ ഭാഗത്ത് ഇസ്രായേലിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്, ദ റിസറക്ഷൻ ഓഫ് ഇസ്രായേൽ. പ്രവാസത്തിലേക്ക് പോയെങ്കിലും ഇസ്രായേൽ പുതുജീവൻ പ്രാപിച്ച് ഉയർത്തെഴുന്നേൽക്കും. ദി റിസറക്ഷൻ ഓഫ് ഇസ്രായേൽ. അതാണ് 33 മുതൽ 39 വരെ. 40 മുതൽ 48 വരെ അവസാന ഭാഗം, 5-ാം ഭാഗം. ഈ ഭാഗത്തെ വിഷയം പുതിയ യെരുശലേം വെളിപ്പെടുമ്പോൾ ഇസ്രായേൽ എങ്ങനെയായിരിക്കും, എവിടെയായിരിക്കും? ഇസ്രായേൽ ഇൻ ദ ലാൻഡ് ഡ്യൂറിങ് ദി കിങ്ഡം ഏജ്. ദൈവരാജ്യം അല്ലെങ്കിൽ പുതിയ യെരുശലേം വെളിപ്പെടുമ്പോൾ ഇസ്രായേലിൻ്റെ സ്ഥാനം, ഇസ്രായേൽ അവിടെ ഉണ്ടാകുമോ, എന്തായിരിക്കും അതിൻ്റെ കേസ് എന്നുള്ള കാര്യം പലർക്കും താല്പര്യമുള്ളൊരു കാര്യമാണല്ലോ. വെളിപ്പാട് പുസ്തകം പഠിച്ചാൽ അറിയാം. ആദ്യം സഭയെ ചേർക്കും, പിന്നെ ആരെയും ചേർക്കും? ഇസ്രായേലിനെയും ചേർക്കും. ഇങ്ങനെ ഇസ്രായേൽ മുഴുവനും രക്ഷിക്കപ്പെടും. അത് ദൈവം നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ പുതിയ യെരുശലേമിൽ ഇസ്രായേലിൻ്റെ സ്ഥാനമാണ് 40 മുതൽ 48 വരെയുള്ള അധ്യായങ്ങളിൽ. അപ്പോൾ പുസ്തകം ഏകദേശം നിങ്ങളുടെ കൈപ്പിടിയിൽ ഒതുങ്ങുന്നു എന്ന് ഞാൻ കരുതുന്നു, അല്ലേ? പുസ്തകം തുറന്നപ്പം ഒരുപാട് അധ്യായങ്ങളുണ്ട്. ഇത് പിടിച്ചാൽ കിട്ടിയാലും നിങ്ങൾ വിചാരിച്ചെങ്കിൽ 5 ഭാഗങ്ങളായിട്ട് അതിനെ തിരിക്കാം. 1-ാം ഭാഗം 1 മുതൽ 3 വരെ പ്രവാചകൻ്റെ വിളിയും നിയോഗവും. 2-ാം ഭാഗം 4 മുതൽ 24 വരെ യെരുശലേമിൻ്റെ മേലുള്ള ന്യായവിധി. 3-ാം ഭാഗം 25 മുതൽ 32 വരെ ചുറ്റുവട്ടത്തുള്ള ശത്രുക്കളുടെ മേൽ ദൈവം അയക്കുന്ന ന്യായവിധി. 33 മുതൽ 39 വരെ ഇസ്രായേലിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ്. 40 മുതൽ 48 വരെ ഇസ്രായേൽ ദൈവരാജ്യത്തിൽ. ഇസ്രായേൽ ദൈവരാജ്യത്തിൽ. ഇതിനിടയ്ക്ക് വലിയൊരു യൂണിറ്റിനെ നാം വീണ്ടും ഒന്ന് സ്പ്ലിറ്റ് ചെയ്യുകയുണ്ടായി. അതായത് 4 മുതൽ 24 വരെയുള്ള അധ്യായങ്ങൾ 3ആയിട്ട് തിരിച്ചു. 4 മുതൽ 7 വരെ, 8 മുതൽ 11 വരെ, 12 മുതൽ 24 വരെ. ന്യായവിധിയെക്കുറിച്ചുള്ള പ്രവചനം, ന്യായവിധിക്കുള്ള കാരണങ്ങൾ, ദൈവത്തിൻ്റെ സന്ദേശങ്ങൾ പ്രതീകങ്ങളിൽ കൂടി. സോ ദാറ്റ് മേക്സ് ഇറ്റ്, അല്ലേ? ഡിവിഷൻ ക്ലിയറായിട്ട് കിട്ടി. ഇനി ഒരല്പം ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. 1-ാം ഭാഗം പ്രവാചകൻ്റെ വിളിയും നിയോഗവും, 1 മുതൽ 3 വരെയുള്ള അധ്യായങ്ങൾ. ഇരമ്യാവിനെ വിളിച്ചത് എങ്ങനെയായിരുന്നു? ഇരമ്യാവിൻ്റെ വിളി എങ്ങനെയായിരുന്നു? തെരഞ്ഞെടുപ്പ് എങ്ങനെയായിരുന്നു? അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ. പക്ഷേ യെഹെസ്കേലിനെ കുറിച്ച് അങ്ങനെയല്ല. യെഹെസ്കേലിൻ്റെ വിളിയും നിയോഗവും
എങ്ങനെ ആയിരുന്നു എന്ന് നാം പരിശോധിക്കുമ്പോൾ, പുസ്തകം വായിക്കുമ്പോൾ, ഇറ്റ് കെയിം ഇൻ ദ ഫോം ഓഫ് എ വിഷൻ. ഒരു ദർശനത്തിൽ കൂടിയാണത് വന്നത്. ഇറ്റ് വാസ് ത്രൂ എ വിഷൻ. ഒരു ദർശനം വഴിയാണത് വന്നത്. 1:28 2 ആദ്യത്തെ 4 വാക്യങ്ങളും നമുക്ക് വായിക്കാം. 1-ാം അധ്യായത്തിൻ്റെ 28-ാം വാക്യം. അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെ ആയിരുന്നു കണ്ടത്. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു. അവൻ എന്നോട്, മനുഷ്യപുത്ര, നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കും എന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുൾ ചെയ്തത്, മനുഷ്യപുത്ര, എന്നോട് മത്സരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കളോ ധാർഷ്ട്യവും ദുശ്ശാഠ്യവും ഉള്ളവരത്രേ. അവരുടെ അടുക്കലാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു എന്ന് നീ അവരോട് പറയണം. അപ്പോൾ ഈ വാക്യങ്ങളിൽ എങ്ങനെയാണ് യെഹെസ്കേൽ പ്രവാചകൻ ദൈവവിളി കേട്ട് ദൈവവേലയ്ക്കായിട്ട് ഇറങ്ങിയതെന്നുള്ളത്, അല്ലെങ്കിൽ പ്രവചന ദൗത്യത്തിന് ഇറങ്ങിയതെന്നുള്ളത് ക്ലിയർ ആക്കിയിട്ടുണ്ട്. ശ്രദ്ധിച്ച് വായിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. പലപ്പോഴും നമ്മൾ അങ്ങനെ ഒരു ആംഗിളിൽ അത് വായിക്കാത്തത് കൊണ്ട് ആ മെസ്സേജ് പിടിച്ചെടുക്കാൻ പറ്റുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ജോലി അതാണല്ലോ, നിങ്ങൾക്കത് കാണിച്ചു തരിക എന്നുള്ളതാണ് ഒരു അധ്യാപകൻ്റെ ജോലി. അതുകൊണ്ട് നമുക്കത് വായിച്ച വാക്യങ്ങളൊന്ന് പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ദർശനം അദ്ദേഹത്തിനുണ്ടായ കാര്യമായി പറയേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞു, ദ കോൾ ആൻഡ് കമ്മീഷൻ കെയിം ത്രൂ എ വിഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടല്ലോ. ഒരു ദർശനം വഴിയാണത് വന്നത്. 28-ാം വാക്യം നമുക്കൊന്നുകൂടെ ശ്രദ്ധിച്ച് വായിക്കാം. അതിൻ്റെ ചുറ്റുമുള്ള പ്രകാശം മഴയുള്ള ദിവസത്തിൽ മേഘത്തിൽ കാണുന്ന വില്ലിൻ്റെ കാഴ്ച പോലെ ആയിരുന്നു. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത, ആ പ്രയോഗമാണ് ശ്രദ്ധിക്കേണ്ടത്. ഹി സോ ദ ഗ്ലോറി ഓഫ് ഗോഡ്. യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത. താൻ കേബാർ നദീ തീരത്തിരുന്നപ്പോൾ 1-ാം അധ്യായത്തിൽ നമ്മൾ 1-ാം വാക്യത്തിലൊക്കെ വായിച്ചു, കേബാർ നദീ തീരത്തെ പ്രവാസികളുടെ ഇടയിൽ ഇരിക്കുമ്പോൾ സ്വർഗം തുറന്ന് അപ്പം അവർ ദിവ്യ ദർശനങ്ങളെ കണ്ടെന്ന് പറഞ്ഞാൽ എന്ത് കണ്ടെന്നാണ് ഇപ്പോൾ പറഞ്ഞത്? യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത. താൻ യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത കണ്ടു. കണ്ടപ്പോൾ എന്തൊക്കെ സംഭവിച്ചു എന്നൊന്നുകൂടെ നോക്കിക്കേ. മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെ ആയിരുന്നു കണ്ടത്. അപ്പം സ്ലോലി. അപ്പോൾ ഒന്നാമത് സംഭവിച്ചതെന്ന് വെച്ചാൽ ഐ സോ, ഞാൻ കണ്ടു. ആദ്യം സംഭവിച്ചത് എന്താണ്? ഞാൻ കണ്ടു എന്നുള്ളതാണ്. ഐ സോ. പലരും വിചാരിച്ചിരിക്കുന്നത് യെശയ്യാവ് മാത്രമേ കണ്ടു വീണിട്ടുള്ളെന്നാണ്. അല്ല കേട്ടോ, കണ്ടവരൊക്കെ വീണിട്ടുണ്ട്. യെഹെസ്കേൽ വീണോ? യെഹെസ്കേൽ കണ്ടോന്നൊന്ന് നോക്കിയാൽ അത് നമുക്കിങ്ങനെ നേരെ പറഞ്ഞെങ്കിലേ പിടികിട്ടുള്ളൂ. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 6-ാം അധ്യായം എടുത്ത ഉടനെ ഞാൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തെ കണ്ടു. അതിൻ്റെ ആ സിംഹാസനത്തിൽ ഇരിക്കുന്നവൻ്റെ വസ്ത്രത്തിൻ്റെ വിളും പാലയത്തെ നിറച്ചു എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് നമുക്ക് കാര്യം മനസ്സിലായി. ഇത്ര സിമ്പിളായിട്ട് പറഞ്ഞെങ്കിലേ എല്ലാം പിടികിട്ടുള്ളൂ. എന്നാൽ കുറച്ചുകൂടെയൊക്കെ മുമ്പോട്ട് യെശയ്യാവ് രമ്യാവും വായിച്ചല്ലേ യെഹെസ്കേലി വന്നേക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെയൊക്കെ ഒരു ഉൾക്കാഴ്ച വരണ്ടേ. അപ്പോൾ ഇവിടെ പറയുകയാണ്, ഞാൻ കേബാർ നദിയുടെ തീരത്തിരുന്നപ്പോൾ സ്വർഗം തുറന്ന് ദിവ്യ ദർശനങ്ങളെ കണ്ടു. ഞാൻ യഹോവയുടെ മഹത്വം ഇപ്പോൾ വായിച്ചത് എന്താ? യഹോവയുടെ മഹത്വത്തിൻ്റെ പ്രത്യക്ഷത ഇങ്ങനെയായിരുന്നു. അപ്പം ചുരുക്കം പറഞ്ഞാൽ അവിടെ ഫോക്കസ്ഡ് ആകുന്ന ഒരു കാര്യം, ഹീ സോ സംതിങ്. അവൻ ചില കാര്യങ്ങൾ കണ്ടു. അപ്പം ദൈവവിളി ഉണ്ടാകുമ്പോൾ നമുക്ക് ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ദൈവ തേജസ് കണ്ടിട്ടാണ്. ആദ്യം ദൈവത്തെ കണ്ടു, അവൻ്റെ തേജസ് കണ്ടു. ആ ദിവ്യ ദർശനം കണ്ടെന്ന് പറഞ്ഞാൽ യഹോവയുടെ മഹത്വം അവൻ കണ്ടു. അതാണ് ആദ്യം സംഭവിച്ചത്. കണ്ടപ്പോൾ എന്ത് സംഭവിച്ചു? അടുത്ത ലൈൻ, കണ്ടു. അത് കണ്ടിട്ട് ഞാൻ കവിണ്ണു വീണു. അപ്പം ഇങ്ങേരും വീണിട്ടുണ്ട്. യെശയ്യാവ് വീണതുപോലെ ഈ പ്രവാചകനും എന്ത് ചെയ്തു? ഐ ഫെൽ. ഐ സോ, ഐ ഫെൽ. ഞാൻ കണ്ടു, ഞാൻ കവിണ്ണു വീണു. പിന്നെ സംസാരിക്കുന്ന ഒരുത്തൻ്റെ ശബ്ദവും ഞാൻ കേട്ടു. ഐ ഹേർഡ്. ഇത് തന്നെയാണ് മറ്റേ ആൾക്ക് സംഭവിച്ചത്. ഇത് ഒറ്റയടിക്ക് ഒരു ശ്വാസത്തിൽ അങ്ങ് വായിച്ചു പോകുന്നതുകൊണ്ട് ഒന്നും മനസ്സിൽ തങ്ങാത്തത് കേട്ടോ. അപ്പം ഇദ്ദേഹത്തിന് എന്തൊക്കെ സംഭവിച്ചു? നമ്മുടെ യെഹെസ്കേൽ പ്രവാചകൻ എന്ത് സംഭവിച്ചു? ഇതിന് മുമ്പുള്ളവർക്കൊക്കെ സംഭവിച്ച പോലെ തന്നെ കണ്ടു, വീണു, കേട്ടു. കണ്ടു, വീണു, കേട്ടു. ഐ സോ, ഐ ഫെൽ, ഐ ഹേർഡ്. ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ഇങ്ങനെയാണ് ദൈവം പ്രവാചകനെ വിളിച്ച് വേർതിരിക്കുന്നത്. ദൈവ തേജസ്സിൻ്റെ ഒരു ദർശനം കാണിച്ചു കൊടുത്തു. നമ്മളെ കാണിച്ചു തന്നാലും
ഞാൻ പ്രാക്ടിക്കൽ ആപ്ലിക്കേഷനിലേക്കൊന്ന് വന്നതാണ്. നമ്മളെ കാണിച്ചു തന്നാൽ ഞാൻ ഏതാണ്ട് കണ്ടെന്ന് പറയും. വീഴുമൊന്നുമില്ല, ഉറച്ചു നിന്ന് ഏതാണ്ടൊക്കെ എൻ്റെ പിന്നെ ഒരു ഗുണമുള്ളത് കണ്ടത് അപ്പോൾ തന്നെ മറന്നും പോകും. എന്നിട്ട് പറയും ഇന്നലെ ഏതാണ്ട് കണ്ടായിരുന്നു, ഇപ്പോൾ ഒരു പിടിയും കിട്ടുന്നില്ല. അങ്ങനെയല്ല, അദ്ദേഹം കണ്ടു, കാണേണ്ട കാര്യങ്ങളൊക്കെ കണ്ടു. അപ്പോൾ മനസ്സിലായി എൻ്റെ മുമ്പിൽ നിൽക്കാനൊക്കെയല്ല. സോ ഹി ഫെൽ ഡൗൺ ആൻഡ് ഓൾസോ ഹി ഹാഡ് സംതിങ്. ദൈവം പറഞ്ഞത് കേൾക്കുകയും ചെയ്തു. അങ്ങനെയാണ് ദൗത്യത്തിലേക്ക് അദ്ദേഹം വരുന്നത്. കണ്ടു, വീണു, കേട്ടു. 3 വാക്കുകൾ: കണ്ടു, വീണു. അപ്പോൾ ഇനി കാണുമ്പോൾ ഒന്ന് വീണ് കേൾക്കണം കേട്ടോ. കണ്ടു, വീണു, കേട്ടു. നമുക്ക് അടുത്ത വാക്യം 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ 4 വാക്യങ്ങൾ നോക്കുമ്പോൾ വീണവനെ ദൈവം എന്ത് ചെയ്തു? അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്കുക. സ്റ്റാൻഡ്. ഇത് തന്നെയാണ് യെശയ്യാവിനോടും യോഹന്നാനോടും ഒക്കെ പറഞ്ഞത്. ഇങ്ങനെ വീണ് കിടക്കാനല്ല, യു സ്റ്റാൻഡ് അല്ലേ, നീ നിവർന്ന് നിൽക്കുക, എഴുന്നേറ്റ് നിൽക്കുക. പിന്നെ വായിക്കാം. ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. ഐ വിൽ ടോക്ക് ടു യു. ഞാൻ നിന്നോട് സംസാരിക്കും. നീ എഴുന്നേറ്റ് നിൽക്കുക. ഇങ്ങനെ വീണ് കിടക്കാനുള്ളവനല്ല. ദൈവം പലപ്പോഴും ഇങ്ങനെ ചിലരൊക്കെ, യോശുവ ഓർമ്മയുണ്ടെങ്കിൽ, കുഴപ്പമെല്ലാം ചെയ്തേച്ച് ദൈവത്തിൻ്റെ സന്നിധിയിൽ പോയി വീണ് കിടക്കുക. ദൈവം ചെവിക്ക് പിടിച്ച് പൊക്കിയിട്ട് വഴക്ക് വെച്ചിട്ട് എഴുന്നേക്കാൻ പറഞ്ഞു. എന്തിനാ ഇങ്ങനെ വീണ് കിടക്കുന്നത്? പാളയത്തിൽ ശാപം ഇരിക്കുന്നു, എന്നിട്ട് ഇവിടെ ഒന്നും സംഭവിക്കാത്ത മാതിരി ഇവിടെ വന്ന് കമന്ന് കിടന്നിട്ട് കാര്യമൊന്നുമില്ല, പോയി ആദ്യം അത് തീർത്തേച്ച് വരാൻ പറഞ്ഞു. അപ്പോൾ ഇതൊക്കെ നമ്മൾ വചനത്തിൽ നിന്ന് പഠിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ ഏതാണെങ്കിലും ഇദ്ദേഹം വീണു, ദൈവം എന്ത് ചെയ്തു? എഴുന്നേൽപ്പിച്ച് നിർത്തി. സ്റ്റാൻഡ്. പിന്നെന്താ വായിച്ചാട്ടെ? അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്നു നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്നു നിൽക്കുമാറാക്കി. കണ്ടോ? എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. ഞാൻ ചിലതൊക്കെ കേട്ടു. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുൾ ചെയ്തത്, മനുഷ്യപുത്ര എന്നോട് സംസാരിച്ചിരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. ഐ സെൻഡ് യു. അപ്പം ഞാൻ ചില വാക്കുകൾ നിങ്ങൾക്ക് തരാം. ആദ്യം പറഞ്ഞത് കണ്ടു, വീണു, കേട്ടു എന്നാണ്. ഇപ്പോൾ പറയുന്നത് സ്റ്റാൻഡ്, ഹിയർ, അല്ലെങ്കിൽ ഹി സ്റ്റുഡ്, ഹി ഹേർഡ്, ദെൻ ഹി വാസ് സെൻഡ് ആൻഡ് ഹി വാസ് ആസ്ക്ഡ് ടു സേ. അല്ലേ, നീ പോവുക, നീ പറയുക. അപ്പം അവനെ നിവർന്ന് നിൽക്കുമാറാക്കി. എന്നിട്ട് അവനോട് സംസാരിച്ചു. അവൻ സംസാരിച്ചതൊക്കെ അവൻ കേട്ടു. എന്നിട്ട് അവനെ എന്ത് ചെയ്തു? അയച്ചു. എന്നിട്ട് അവനോട് പറഞ്ഞു, നീ പോയി പറയുക. അപ്പോൾ പറയാനുള്ള സന്ദേശം അവന് കൊടുത്തു. ഇതാണ് കോൾ ആൻഡ് കമ്മീഷൻ. ഒന്നുകൂടെ വായിച്ചേ, 2-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ വാക്യങ്ങൾ. അവൻ എന്നോട് മനുഷ്യപുത്ര നിവർന്ന് നിൽക്കുക, ഞാൻ നിന്നോട് സംസാരിക്കുമെന്ന് കൽപ്പിച്ചു. അവൻ എന്നോട് സംസാരിച്ചപ്പോൾ ആത്മാവ് എന്നിൽ വന്ന് എന്നെ നിവർന്ന് നിൽക്കുമാറാക്കി. ആത്മാവ് എന്നെ അല്ല നിൽക്കാൻ പറ്റിയല്ല, ആത്മാവ് എന്നിൽ വന്ന് നിവർന്ന് നിൽക്കുമാറാക്കി. അവൻ എന്നോട് സംസാരിക്കുന്നത് ഞാൻ കേട്ടു. അവൻ എന്നോട് അരുളി ചെയ്തത്, മനുഷ്യപുത്ര എന്നോട് മത്സരിക്കുന്ന മത്സരികളായ ഇസ്രായേൽ മക്കളുടെ അടുക്കൽ ഞാൻ നിന്നെ അയക്കുന്നു. സോ ഹി വാസ് സെൻഡ്. അവനെ അയച്ചു. വായിക്കാം. അവരും അവരുടെ പിതാക്കന്മാരും ഇന്നുവരെ എന്നോട് അതിക്രമം ചെയ്തിരിക്കുന്നു. മക്കളോ ധാഷ്ട്യവും ദുശാഠ്യവും ഉള്ളവരത്രേ. അവരുടെ അടുക്കലാകുന്നു ഞാൻ നിന്നെ അയക്കുന്നത്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്തു എന്ന് നീ അവരോട് പറയണം. നീ പോയി എന്ത് ചെയ്യണം? പറയണം. അപ്പം ദൈവം എഴുന്നേൽപ്പിച്ച് നിർത്തി, കേൾപ്പിച്ചു, അയച്ചു, പറയാനുള്ള സാധനവും കൊടുത്തു. എന്താണ് പറയാൻ പറഞ്ഞത്? 4-ാം വാക്യത്തിലുണ്ട്, യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. ഞാൻ ഏതാണ്ടൊക്കെ പറയാൻ വന്നേക്കുന്നല്ല പറഞ്ഞത്. ദസ് സേത്ത് ദ ലോർഡ്. യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളി ചെയ്യുന്നു. എനിക്കൊന്നും പറയാനില്ല, പക്ഷേ ഞാൻ കണ്ട ദൈവത്തിൻ്റെ മഹത്വം, ഞാൻ കണ്ട ദൈവം നിങ്ങളോട് ഇങ്ങനെ സംസാരിക്കുന്നു, ഇങ്ങനെ അരുളി ചെയ്യുന്നു. വേണമെങ്കിൽ കേട്ടോ എന്നാണ് പറഞ്ഞത്. യു ക്യാൻ ഹിയർ. അപ്പം വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു കോൾ ആൻഡ് കമ്മീഷൻ ആർക്കുണ്ടായിട്ടുണ്ട്? യെഹെസ്കേലിന് ഉണ്ടായിട്ടുണ്ട്. അപ്പം നമ്മൾ ഒരു കാര്യം കൂടെ ചിന്തിക്കുന്നത് നല്ലതായിരിക്കും പിരിഞ്ഞു പോകുന്നതിന് മുമ്പായിട്ട്. എന്താ അദ്ദേഹം കണ്ടത്? ദൈവമഹത്വം കണ്ടു എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി വാട്ട് ഡിഡ് ഹി സീ? എന്താ കണ്ടത് അദ്ദേഹം കണ്ടത്? ഒരു പക്ഷേ അങ്ങോട്ട് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടെ വായിക്കുന്നത് റെവലേഷൻ, വെളിപ്പാടുമായിട്ടൊന്ന് കമ്പയർ ചെയ്യുന്നത് നല്ലതായിരിക്കും. യോഹന്നാൻ ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുള്ളതാണോ? വീണതും എഴുന്നേറ്റ് നിർത്തിയതും. വെളിപ്പാട് 1-ാം അധ്യായത്തിൻ്റെ 17-ാം വാക്യം, 1:17. അവനെ കണ്ടിട്ട് ഞാൻ മരിച്ചവനെ പോലെ അവൻ്റെ കാൽക്കൽ വീണു. അവൻ വലങ്കൈ എൻ്റെ മേൽ വെച്ചു, ഭയപ്പെടേണ്ട, ഞാൻ ആദ്യനും അന്ത്യനും ജീവനുള്ളവനുമാകുന്നു. ഞാൻ മരിച്ചവനായിരുന്നു, എന്നാൽ ഇതാ എന്നേക്കും ജീവിച്ചിരിക്കുന്നു. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ
എൻ്റെ കൈവശമുണ്ട്. അപ്പം യോഹന്നാനെയും ഇതുപോലെ തന്നെ ദൈവം ദർശനം നൽകി, വീണപ്പോൾ പിടിച്ച് എഴുന്നേൽപ്പിച്ചാണ് ബാക്കി കാര്യങ്ങളൊക്കെ കൊടുത്തതെന്നുള്ള കമ്പാരിസണും ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. ഈ രണ്ട് പ്രവാചകന്മാരും പാരലാണെന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. അപ്പോൾ സെയിം തിങ് ദാറ്റ് ഹാപ്പൻ ടു എസക്കിയൽ ഹാപ്പൻ ടു ജോൺ. രണ്ടുപേർക്കും ഒരേപോലെ സംഭവിച്ചത്. അപ്പോൾ എന്താ കണ്ടതെന്ന് ഞാനിപ്പോൾ ചോദിച്ചായിരുന്നു. നമുക്ക് നമുക്ക് 1-ാം അധ്യായത്തിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ ഒന്നാം അധ്യായത്തിൽ കെരൂബുകളെ ദർശിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ആദ്യ ഭാഗത്ത് 1-ാം അധ്യായത്തിൻ്റെ 5-ാം വാക്യം 10-ാം വാക്യം. അതിൻ്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യമുണ്ടായിരുന്നു. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും ഉണ്ടായിരുന്നു. 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ 2 ചിറക് തമ്മിൽ തൊട്ടും ഈ 2 ചിറകുകൊണ്ട് ശരീരം മറച്ചുമിരുന്നു. കെരൂബുകളെ കുറിച്ചുള്ള ഒരു ദർശനമാണ് ആർക്ക് കിട്ടിയത്? പ്രവാചകന് കിട്ടിയത്. കെരൂബുകളെ ആദ്യം നമ്മൾ കാണുന്നത് ഉൽപ്പത്തി പുസ്തകത്തിലാണ്. ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ഉൽപ്പത്തി 3:24. ഇങ്ങനെ അവൻ മനുഷ്യനെ ഇറക്കിക്കളഞ്ഞു, ജീവന്റെ വൃക്ഷത്തിങ്കിലേക്ക് വഴി കാക്കുവാൻ. അവൻ ഏദൻ തോട്ടത്തിന് കിഴക്ക് കെരൂബുകളെ തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന വാളിൻ്റെ ജ്വാലയുമായി നിർത്തി. അവിടെയാണ് കെരൂബ് പ്രത്യക്ഷപ്പെട്ടത്. ഈ കെരൂബ് എങ്ങനെ ഇരിക്കുന്നതെന്നുള്ളത് പക്ഷെ അന്ന് നമുക്ക് പിടിയിട്ടില്ല, അല്ലേ? കെരൂബുകൾ ആദ്യം വന്നത് ഏദൻ തോട്ടത്തിലാണ്. പക്ഷേ കെരൂബ് എങ്ങനെ ഇരിക്കുമെന്നുള്ളത് പിടികിട്ടിയില്ല. അത് നമുക്ക് വെളിപ്പെടുത്തി തന്നത് പിന്നെ വന്ന പ്രവാചകന്മാരാണ്. അതിലൊരു വെറ്ററൻ അല്ലെങ്കിൽ ഒരു വലിയ നേതാവാണ് ആര്? യെഹെസ്കേൽ. പിന്നീട് അത് കുറച്ചും കൂടി എക്സ്പ്ലെയിൻ ചെയ്ത ആളാണ് യോഹന്നാൻ. അപ്പോൾ അത് നമുക്ക് തീർച്ചയായിട്ടും പഠിക്കേണ്ട ഒരു വിഷയമാണ്. ഇന്ന് പക്ഷേ നമുക്കത് വേണമെങ്കിൽ ക്ലോസ് ചെയ്യാം. പക്ഷേ അതിൽ കെരൂബിന് 4 മുഖങ്ങളുണ്ട് എന്നുള്ള കാര്യം മാത്രം ഒന്ന് ഓർക്കുന്നത് നന്നായിരിക്കും. എന്തൊക്കെയാണ് മുഖങ്ങൾ? സിംഹമുഖം, കാളമുഖം, മനുഷ്യൻ്റെ മുഖം, കഴുകിൻ്റെ മുഖം. 4 മുഖങ്ങൾ, 4 ജീവികൾ, 4 മുഖങ്ങളാണുള്ളത്. ഇത് കർത്താവായ യേശുക്രിസ്തുവിൻ്റെ 4 മുഖങ്ങൾ തന്നെയാണ്. 4 സുവിശേഷങ്ങളിൽ നിങ്ങൾ കാണുന്നത് പോലെ മത്തായി സുവിശേഷം യേശുവിനെ ആരായിട്ട് വെളിപ്പെടുത്തുന്നു? സിംഹമായിട്ട്, രാജാവായിട്ട്. മർക്കോസ് കാള അല്ലെങ്കിൽ സെർവൻ്റായിട്ട് വെളിപ്പെടുത്തുന്നു. ലൂക്കോസ് മനുഷ്യനായിട്ട് അല്ലെങ്കിൽ മനുഷ്യപുത്രനായിട്ട് വെളിപ്പെടുത്തുന്നു. യോഹന്നാൻ കഴുക് അല്ലെങ്കിൽ ദൈവപുത്രനായിട്ട് വെളിപ്പെടുത്തുന്നു. ഇതിൻ്റെ ഒരു കോമ്പിനേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഒരു ദൈവദർശനം കിട്ടിയെന്ന് പറഞ്ഞാൽ കെരൂബുകളുടെ ഒരു ദർശനമാണ് പ്രവാചകന് ലഭിച്ചത്. അത് കർത്താവായ യേശുക്രിസ്തുവിനെക്കുറിച്ചുള്ള ഒരു ദർശനത്തിന് തുല്യമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ദർശനം കിട്ടിയപ്പോഴാണ് അവനോട് സംസാരിച്ചതും അവനെ നിയോഗിച്ചതും ഈ ദൗത്യത്തിനായിട്ട് അവനെ അയച്ചതും എന്നുള്ള കാര്യം നമുക്ക് ഓർക്കാം. അതുകൊണ്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. ഒരു കാര്യം ഓർത്തുകൊണ്ട്, ഇദ്ദേഹത്തെ നിയോഗിച്ചതുപോലെ, ഈ പ്രവാചകനെ നിയോഗിച്ചതുപോലെ നമുക്കും ദൈവത്തിൽ നിന്നൊരു നിയോഗം ആവശ്യമാണ്. നിയോഗം പ്രാപിച്ചവർക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇല്ലാത്തവർ തങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. ദൈവം നമ്മൾ വിളിച്ച് ഒരു ദൗത്യത്തിനായിട്ട് നിയോഗിക്കുന്നു. നാം യഹോവയെക്കുറിച്ചുള്ള അവൻ്റെ തേജസ്സിനെക്കുറിച്ചുള്ള ഒരു ദർശനം പ്രാപിക്കണം. നമ്മൾ ഈ പുസ്തകത്തിൽ വായിച്ചതുപോലെ ഞാൻ ദിവ്യ ദർശനങ്ങളെ കണ്ടു. നമുക്കുമുള്ളതാണ് ഈ ദിവ്യ ദർശനങ്ങൾ. ആ ദിവ്യ ദർശനങ്ങൾ പ്രാപിക്കുമ്പോൾ ചിലതൊക്കെ കാണണം, ചിലതൊക്കെ കേൾക്കണം. വീഴേണ്ട കേസാണെങ്കിൽ വീഴണം. ദൈവം എഴുന്നേൽപ്പിച്ചോളും. ദൈവം അയക്കണം. അയച്ചിട്ട് പോയി പറയാൻ തന്നേക്കുന്നത് പറയണം. എന്താ പറയേണ്ടത്? യഹോവ ഇങ്ങനെ അരുളിച്ച്. അവർ കേട്ടാലും കേൾക്കാഞ്ഞാലും പറയണമെന്നാണ് പറഞ്ഞേക്കുന്നത്. ചിലപ്പോൾ മത്സരഗ്രഹമായിരിക്കും, കേട്ടെന്ന് വരികയല്ല, പക്ഷെ പറഞ്ഞേ പറ്റുള്ളൂ. ഈ ഒരു വലിയ ദൗത്യത്തിന് പ്രവാചകന്മാരെ നിയോഗിച്ചതുപോലെ തന്നെ ഇന്നും ദൈവം നമ്മളെ നിയോഗിക്കുന്നു. പ്രവാചകൻ എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ വക്താവെന്നാണ്. ദൈവത്തിന് വേണ്ടി സംസാരിക്കുവാൻ ദൈവം അയക്കുന്ന ആളുകൾ എന്നാണ്. അതുകൊണ്ട് ദൈവത്തിൻ്റെ വക്താക്കന്മാരാകുവാനായിട്ട് ഇന്ന് വചനം കേട്ട എല്ലാവരെയും ദൈവം സഹായിക്കട്ടെ. യെഹെസ്കേൽ പ്രവാചകൻ്റെ പുസ്തകത്തിൻ്റെ 2nd യൂണിറ്റ് മുതലുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കുന്നതിനായിട്ട് മാറ്റാം. യെഹെസ്കേൽ പ്രവചനം പഠിച്ചു തരാൻ ചിലപ്പോൾ 2-3 ക്ലാസ്സുകൾ വേണ്ടി വരും. കാരണം അതൊരു ഗഹനമായ പുസ്തകമായതുകൊണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ കാര്യങ്ങളൊക്കെ വായിച്ച് ഗ്രഹിച്ചിട്ട് വരിക. ദൈവം നമ്മളെ സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ. പ്രാർത്ഥിക്കാം. സ്വർഗ്ഗസ്ഥ പിതാവായ ദൈവമേ, പിന്നെ ഞങ്ങൾ നിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇന്ന് പരിശോധിച്ച യെഹെസ്കേൽ പ്രവാചകൻ്റെ ജീവിതത്തിനും ദൗത്യത്തിനും പ്രവചനത്തിനുമായിട്ട് ഞങ്ങൾ നിൻ്റെ നാമത്തെ നന്ദിയോട് സ്തോത്രം ചെയ്യുന്നു. താൻ കേബാർ നദീതീരത്തിരുന്നപ്പോൾ
ദിവ്യ ദർശനങ്ങളെ കണ്ടു. യഹോവയുടെ മഹത്വം അവന് പ്രത്യക്ഷപ്പെട്ടു എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവെ, ദാനിയേലിനും യോഹന്നാനും ഒക്കെ അവിടുന്ന് ദിവ്യ ദർശനങ്ങളെ നൽകി പിൻവരുന്ന മഹത്വത്തെ അവിടുന്ന് കാണിച്ചു കൊടുത്തു. ഞങ്ങൾ ഈ ദിവസങ്ങളിൽ കർത്താവെ ദർശനങ്ങൾ പ്രാപിച്ചവരായിരിക്കാൻ, ദർശനമില്ലാത്തയിടത്ത് ജനം മര്യാദ വിട്ട് നടക്കുന്നു എന്ന് ഞങ്ങൾ കാണുന്നു. കർത്താവ്, ഞങ്ങൾക്ക് വ്യക്തമായ ദർശനങ്ങളെ അവിടെ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ആ തേജസ് ഒന്ന് കാണുവാൻ തക്കവണ്ണം നിൻ്റെ മഹത്വം, നീ ഉയർന്നും പൊങ്ങിയുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ ആ മഹനീയമായിട്ടുള്ള തേജസ്സിനെ ദർശിക്കുവാനും ദൈവശബ്ദം കേൾക്കുവാനും കർത്താവിന് ഞങ്ങളെ നിയോഗിക്കുമ്പോൾ അത് മറ്റുള്ളവരോട് പോയി പറയുവാനും ഒക്കെയുള്ള ആത്മകൃപയും ശക്തിയും ഞങ്ങൾക്ക് നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ വായിച്ചതുപോലെ ദൈവത്തിൻ്റെ ആത്മാവ് അവനിൽ വന്നു, അവനെ നിവർന്നു നിൽക്കുമാറാക്കി, അവനെക്കൊണ്ട് സംസാരിപ്പിച്ചു എന്നൊക്കെ ഞങ്ങൾ കർത്താവ് വായിച്ചതുപോലെ നിൻ്റെ ആത്മാവ് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഞങ്ങളിൽ നിവർത്തിക്കണം. അതിനായിട്ട് ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ തിരുക്കരങ്ങളിൽ സമർപ്പിക്കുകയാണ്. അവിടുത്തെ വലിയ കൃപയാലും അവിടുത്തെ വചനത്താലും പരിശുദ്ധാത്മാവിനാലും എല്ലാവരെയും നിറയ്ക്കുകയും കർത്താവ് നിനക്ക് വേണ്ടി സംസാരിക്കുവാൻ ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. മഹത്വം കർത്താവിന് കരയേറ്റുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ.